ദൈവത്തിന് മഹത്വം. നമ്മുടെ ധ്യാനത്തിന് വേണ്ടി ഒരു വേദഭാഗം വായിക്കാം. യിരെമ്യാ പ്രവചനം 15-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. ദൈവത്തിന് മഹത്വം. യിരെമ്യാ പ്രവചനം 15-ാം അധ്യായത്തിന്റെ 16-ാം വാക്യമാണ് നാം വായിച്ചു കേട്ടത്. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവും ആയി. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. ദൈവത്തിന് മഹത്വം. പ്രവാചകനായ യിരെമ്യാവ് ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവജനത്തിൻ്റെ നടുവിൽ തൻ്റെ സന്തോഷവും തൻ്റെ ആനന്ദവും അവിടെ വെളിപ്പെടുത്തുകയും തൻ്റെ വിളിയെ അവിടെ ഉറപ്പിച്ച്, അഥവാ താൻ തൻ്റെ വിളിയുടെ സന്തോഷത്തെ, അതിൻ്റെ മഹത്വത്തെ അവിടെ വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം. ഇസ്രായേലിൻ്റെ ഇരുണ്ട കാലഘട്ടങ്ങളിൽ ശുശ്രൂഷ ചെയ്ത പല ശ്രേഷ്ഠരായ പ്രവാചകന്മാരുണ്ട്. യെശയ്യാവ്, യിരെമ്യാവ് തുടങ്ങിയ ധാരാളം പ്രവാചകന്മാർ, മലാഖി വരെയും നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ പ്രവചന ശബ്ദം കേൾക്കുമ്പോൾ താൻ തൻ്റെ പ്രത്യാശയെ, തൻ്റെ ആത്മസന്തോഷത്തെ വെളിപ്പെടുത്തുമ്പോൾ അന്ന് ഉണ്ടായിരുന്ന ദൈവജനത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അന്നത്തെ ജനത്തിൻ്റെ അവസ്ഥ. മോശയും ശമൂവേലും എൻ്റെ മുൻപാകെ നിന്നാലും എൻ്റെ മനസ്സ് ഈ ജനത്തിങ്കിലേക്ക് തിരിയുകയില്ല. എന്താണ് അർത്ഥം? മോശ ദൈവത്തോട് അഭിമുഖമായി സംസാരിച്ച വലിയ പ്രവാചകന്മാരിൽ ഒരാളായിരുന്നു, വലിയ പ്രവാചകനായിരുന്നു. ദൈവവുമായുള്ള നല്ല അടുത്ത വ്യക്തിപരമായ ബന്ധം പുലർത്തി ദൈവത്തോട് പലതും സംസാരിക്കുന്ന മനുഷ്യനായിരുന്നു. ശമൂവേൽ ജനനം മുതലേ ശ്രേഷ്ഠനായി, ദൈവത്തിന് പ്രിയനായി, പ്രതിഷ്ഠിക്കപ്പെട്ടവരായി തൻ്റെ ആത്മീയ ജീവിതത്തെ കാത്തവനായിരുന്നു. ഇവരൊക്കെ ദൈവത്തോട് നേരിട്ട് വ്യക്തിബന്ധം പുലർത്തിയവരാണ്. ഇവരൊക്കെ ഒരു മീഡിയേറ്ററായിട്ട് ജനത്തിൻ്റെ ഇടയിൽ നിന്നിരുന്നാലും എനിക്ക് അവരെ അംഗീകരിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ആ അവസ്ഥയെ ദൈവം വെളിപ്പെടുത്തുകയാണ്. കാരണം അത്രമാത്രം ജനം ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ദൈവത്തെ വിട്ട് വളരെയേറെ ദൂരത്തായിരിക്കുന്ന ജനത്തെ നമുക്കവിടെ കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. അംഗീകരിക്കപ്പെട്ടവർ മധ്യസ്ഥരായി തീർന്നിരുന്നാലും ദൈവത്തിന് അവരെ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത വിധം അവർ ദൈവത്തെ വിട്ട് വളരെയേറെ ദൂരത്ത് പോയി. പിന്നീട് ദൈവം പറയുന്നത്, അവരെ എൻ്റെ മുമ്പിൽ നിന്ന് ആട്ടിക്കളയാൻ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ചോദിക്കുകയാണ്, ആട്ടിക്കളഞ്ഞാൽ അവർ പൊയ്ക്കൊള്ളട്ടെ, എവിടേക്ക് പോകണമെന്ന് ചോദിച്ചാൽ പറയണം. മരണത്തിനുള്ളവർ മരണത്തിന്, വാളിനുള്ളവർ വാളിന്, ക്ഷാമത്തിനുള്ളവർ ക്ഷാമത്തിന്, പ്രവാസത്തിനുള്ളവർ പ്രവാസത്തിലേക്ക് പോകട്ടെ. ഞങ്ങൾ എവിടേക്ക് പോകണമെന്ന് ചോദിക്കുമ്പോൾ ദൈവം പറയുന്നു, മരണത്തിന് വേണ്ടവർ മരണത്തിലേക്ക് പോയിക്കൊള്ളട്ടെ, അടിമത്വത്തിലേക്ക് പോകേണ്ടവർ അടിമത്വത്തിലേക്ക് പോകൊള്ളട്ടെ, വാളിന് പട്ടയത്തിന് ഉള്ളവർ അതിലേക്ക് പോകട്ടെ, ക്ഷാമത്തിനുള്ളവർ അതിലേക്ക് പോകട്ടെ. ഒരു നല്ല കാര്യം അതിനകത്തില്ല. അത്രമാത്രം ജനത്തെ ദൈവം വെറുത്തു. ദൈവത്തിന് സ്തോത്രം. ഇതിൻ്റെ നടുവിൽ ഒരു ഭക്തന്റെ ജീവിതം ഇതിൽ നിന്ന് വ്യത്യസ്തമായി കാണപ്പെടുകയാണ്. വേർപെട്ട ജീവിതം നയിക്കുന്ന ഒരു ഭക്തന്റെ സന്തോഷത്തിനും പ്രത്യാശയ്ക്കും സമാധാനത്തിനും യാതൊരു കുറവുമില്ല. ദൈവത്തിന് സ്തോത്രം. ചിലപ്പോൾ മാതൃകയാക്കുവാൻ ആരുമില്ലാത്തതിനാൽ
എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് ചോദിക്കുന്ന മനുഷ്യരുണ്ട്. ആരെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ മുൻപോട്ട് പോകേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. എന്നാൽ അവരുടെ മുൻപിൽ പ്രവാചകനെ യിരെമ്യാവിനെ ദൈവം കൊണ്ട് നിർത്തിയിട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, മാതൃകയാക്കുവാൻ ആരുമില്ലാത്ത കാലത്ത് ദൈവത്തിനു വേണ്ടി തീക്ഷ്ണതയോടെ നിന്ന മനുഷ്യനായിരുന്നു. നന്നേ ചെറുപ്പത്തിൽ തന്നെ കർത്താവിന് വേണ്ടി അധികം അധ്വാനിച്ച് ശുശ്രൂഷ നിമിത്തമായി വിവാഹ ജീവിതം പോലും ഉപേക്ഷിച്ച് ദൈവം പറയുന്ന പോലെ മാത്രം തൻ്റെ ജീവിതം ചെയ്ത് അനേകരുടെ മുൻപിൽ ദൈവത്തിന് വേണ്ടി സാക്ഷിയായി നിൽക്കുകയും നന്നേ ചെറുപ്പത്തിൽ ആ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ജനത്തിന് വേണ്ടി രാവും പകലും കരയുവാൻ തൻ്റെ ജീവിതത്തെ ഒഴിഞ്ഞു വെക്കുകയും അത് നിമിത്തം ജനത്തിൻ്റെ ഇടയിൽ നിന്ന് മാത്രമല്ല ഭരണതലത്തിൽ നിന്ന് പോലും വളരെയേറെ ദുഃഖങ്ങൾ, വേദനകൾ താൻ അനുഭവിക്കേണ്ടി വന്നു. അപ്പം ചെറുപ്പം മുതലേ ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചതിനാൽ താൻ അനുഭവിച്ച കഷ്ടങ്ങൾ വളരെ ആയിരുന്നു എങ്കിലും അതിൻ്റെ നടുവിൽ താൻ അനുഭവിച്ച സന്തോഷവും ഹൃദയത്തിൻ്റെ ആനന്ദവും വലുതായിരുന്നു. പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ, മാതൃകയില്ലാത്ത മനുഷ്യരുടെ നടുവിൽ താൻ ജീവിച്ചു കാണിക്കുകയായിരുന്നു. എന്തായിരുന്നു ഇതിൻ്റെ കാരണം? ചിലർ മരണത്തിലേക്ക് പോകുമ്പോൾ, ചിലർ വാളിനേൽപ്പിക്കപ്പെടുമ്പോൾ, ചിലർ ക്ഷാമത്തിലേക്ക് പോകുമ്പോൾ, ചിലർ അടിമകളായി പ്രവാസത്തിലേക്ക് പോകുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തനായി സന്തോഷവും സമാധാനവും ഹൃദയത്തിൽ ആനന്ദവും കൊണ്ട് നിറയപ്പെടാനുള്ള കാരണം എന്താണ്? ഇങ്ങനെ ഒരു മനുഷ്യന് ജീവിക്കാൻ സാധിക്കുമോ? ഈ കാലവുമായി ബന്ധപ്പെട്ട ഒരവസ്ഥയായി നമുക്കത് കാണുവാൻ കഴിയും. കാരണം അന്നത്തെ ജനം ഇങ്ങനെ ആയിത്തീരാനുള്ള കാരണം ദൈവം തന്നെ പറയുകയാണ്, ഞാൻ അവരെ പല വിധത്തിൽ സഹായിച്ചു. ദൈവം പറയുന്ന ഒരു വിഷയം വളരെ ശ്രദ്ധേയമാണ്. 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ അവർക്ക് കരുണ കാണിച്ച് മടുത്തുപോയത് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഓരോ സമയങ്ങളും ദൈവത്തെ വിട്ടകന്നുപോയ സാഹചര്യത്തിലും ദൈവത്തിൽ നിന്ന് അവർ വളരെയേറെ ദൂരത്തായി പോയിട്ടും ഞാൻ അവർക്കൊന്നിനും ഒരു കുറവ് വരുത്തിയില്ല. 6-ാം വാക്യത്തിൽ പ്രത്യേകം പറയുന്നു, ഞാൻ കരുണ കാണിച്ച് മടുത്തുപോയി. കുറവൊന്നും വരുത്തിയില്ല. എന്തെങ്കിലും കുറവ് വന്നിരുന്നേ എന്ത് പറയുമായിരുന്നു? ദൈവം എന്നോട് കരുണ കാണിച്ചില്ല, ദൈവം എന്നോട് അങ്ങനെ ചെയ്തു, ജോലി കിട്ടിയില്ല പറയുന്നത് എനിക്ക് ദൈവം അങ്ങനെയായി, ഒരിക്കലും ഒരു ഇൻ്റർവ്യൂവിന് ഫെയിലായപ്പോൾ ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, ഇനി ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നില്ല, ഇനി ആരാധനയ്ക്ക് പോകുന്നില്ല. അവൻ ഏറ്റവും കണ്ട സൊല്യൂഷൻ അതാണ് പ്രധാനമായി കണ്ടത്. വേറൊന്നും മുടക്കിയില്ല. ഇനി ഞാൻ ആഹാരം കഴിക്കുന്നില്ലെന്നോ, ഇനി ഞാൻ പ്രസവത്തിലെന്നോ, ഇല്ലെങ്കിൽ ഇനി ഞാൻ ഉറങ്ങത്തില്ലെന്നോ, ഇല്ലെങ്കിൽ ഇനി എനിക്ക് വീട് വേണ്ടെന്നോ കാറ് വേണ്ടെന്നോ തീരുമാനിച്ചില്ല. ആ കൂടെ കണ്ടത് എന്താ? ഇനി ഞാൻ ഇയാൾ ആരാധന മുടക്കി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പദ്ധതി എല്ലാം പൊളിക്കുമെന്നാ പുള്ളിയുടെ വിചാരം. ദൈവത്തിന് സ്തോത്രം. ഇനി ഞാൻ പ്രാർത്ഥനയൊക്കെ അങ്ങ് ഉപേക്ഷിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെയാണ് ചിലരുടെ ചിന്താഗതി. എന്നാൽ ദൈവം ഇവിടെ എന്താ ചെയ്യുന്നത്? ഒന്നിനു പുറകെ നന്മകൾ, അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഈ നന്മകളെല്ലാം അനുഭവിച്ച് കൂട്ടിയിട്ട് ദൈവത്തെ വിട്ടു നടക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിനത് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? ദൈവത്തിന് സ്തോത്രം. ഒരു മുള്ളു പോലും കൊള്ളരുത്, ആക്സിഡന്റ് വരരുത്, രോഗം വരരുത്, ഒരു പ്രശ്നവും വരുത്താതെ ദൈവം ഇങ്ങനെ നടത്തുക. എന്നിട്ടും ഈ നന്മയെല്ലാം അനുഭവിച്ച് വാങ്ങി കൂട്ടിയിട്ടാണ് പ്രാർത്ഥനയില്ല, ആത്മീയ കാര്യങ്ങളില്ല, ഉപവാസമില്ല, ഇതൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ചിലർക്ക് ജോലി കൊടുത്തതാണ് ചിലരുടെ ഇപ്പോൾ ആരാധന മുടക്കിയതിൻ്റെ കാരണം. ഇല്ലെങ്കിൽ വല്ല ബുദ്ധിമുട്ടും കൂടെ ഒക്കെ പോയിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ഓടി വന്നേനെ. കരയാൻ കാരണമുണ്ടെങ്കിൽ കരയുമായിരുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇപ്പം എന്തിനാ കരയുന്നത്? ഇപ്പോൾ ദൈവം അനേക നന്മകൾ ചെയ്തിട്ട് കരുണ കാണിച്ച് ഞാൻ മടുത്തു. ആ വാക്കൊക്കെ ശ്രദ്ധിക്കുമ്പോൾ വേദന തോന്നും. പിന്നീട് പറയുന്നത്, അതിനുശേഷം പിന്നീട് പല ദോഷങ്ങൾ അനുവദിച്ചു നോക്കി. ദൈവത്തിന് സ്തോത്രം. ദേശത്തിൻ്റെ പടിവാതിൽകളിൽ നിന്ന് ഞാൻ അവരെ വീശുമുറം കൊണ്ട് വീശിക്കളഞ്ഞു. അതിനുശേഷം ഞാൻ അവരെ മക്കളില്ലാത്തവരാക്കി നശിപ്പിച്ചു.
എന്നിട്ട് എഴുതി, എങ്കിലും അവർ തങ്ങളുടെ വഴികളെ വിട്ട് തിരിഞ്ഞില്ല. രണ്ട് വിധത്തിലും നോക്കി. ഒന്ന്, വേണ്ടതെല്ലാം കൊടുത്തു നോക്കി, ആവശ്യമുള്ളതെല്ലാം കൊടുത്തു നോക്കി. രണ്ടാമത് പലതും എടുത്തു നോക്കി. രണ്ട് വിധത്തിലും ശരിയാകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പിന്നീട് ദൈവം എന്താ പറയുന്നത്? ഇനി പോകേണ്ട ഒരു വാളിന് പോവുകയോ, പട്ടിണി കിടക്കേണ്ട ഒരു പട്ടിണി കിടക്കുകയോ, നാശത്തിലേക്ക് ക്ഷാമം അനുഭവിക്കുന്നവർ, പ്രവാസമോ, അവർ പോകേണ്ടടുത്തൊക്കെ പൊയ്ക്കൊള്ളട്ടെ, ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയുള്ളതായ ജനത്തെ കണ്ടുകൊണ്ട് ദൈവം ദുഃഖിക്കുമ്പോൾ, സ്തോത്രം, ഇങ്ങനെയുള്ള മനുഷ്യരുടെ നടുവിൽ ചിലർ ദൈവത്താൽ സൂക്ഷിക്കപ്പെടുന്നു, വ്യത്യസ്തരായി കാണപ്പെടുന്നു. ദുഷ്ട തലമുറയുടെ നടുവിൽ, ദൈവത്തെ വിട്ട് അകന്നു പോകുന്നവരുടെ നടുവിൽ, ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്തി കളഞ്ഞവരുടെ നടുവിൽ ദൈവം ചിലരെ സൂക്ഷിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ സൂക്ഷിക്കപ്പെട്ടവരുടെ പ്രത്യേകത എന്തെന്നറിയാമോ? അവരുടെ ആനന്ദത്തിന്, അവരുടെ സന്തോഷത്തിന് അതിരില്ല. ഏത് സാഹചര്യങ്ങളിലും, ഏത് സന്ദർഭങ്ങളിലും ദൈവത്തിലുള്ളവരെ ദൈവം അനുഗ്രഹത്തോടെ നടത്തും. അവരുടെ സന്തോഷത്തെ എടുത്തു കളയുവാൻ ആർക്കും സാധ്യമല്ല. അവരുടെ ജീവിതം അത്ഭുതമായിരിക്കും. ഏത് കാലഘട്ടത്തിലും ദൈവം നടത്തും. എന്നാൽ സന്തോഷത്തിന് വേണ്ടി ഇങ്ങനെയുള്ള മനുഷ്യർ പല വഴികൾ തേടാറുണ്ട്. കാരണം ദൈവത്തിൽ നിന്ന് അവരകന്നുപോയി, ദൈവവുമായുള്ള ബന്ധം അവർക്കില്ല. പിന്നെ സന്തോഷത്തിന് വേണ്ടി വേറെ വഴികൾ അവർ തേടും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒന്നും യഥാർത്ഥ സന്തോഷം അവർക്ക് നൽകിയില്ല. മനുഷ്യൻ്റെ വിദ്യാഭ്യാസം എത്ര തന്നെ പഠിച്ചിരുന്നാലും, സ്തോത്രം, ആ പഠിത്തം ഹൃദയത്തെ സന്തോഷം കൊണ്ട് നിറയ്ക്കുകയില്ല. ഭാഷ പഠിക്കുന്നതോ എഴുത്ത് പഠിക്കുന്നതോ മറ്റു കാര്യങ്ങളോ ഒന്നും അല്ല ഞാനീ പറഞ്ഞത്. വിദ്യാഭ്യാസത്തിൻ്റെ പുറകെ മാത്രം നടന്നിട്ട് ദൈവവുമായുള്ള ബന്ധം അവർക്കില്ലാതെയായിത്തീരും. സാക്ഷര കേരളത്തിൽ എത്രയോ ആത്മഹത്യകൾ ദിനം പ്രതി നടക്കുന്നു. എൻ്റെ അർത്ഥം എന്താ? ഇതുകൊണ്ടൊന്നും യഥാർത്ഥമായ സന്തോഷവും സമാധാനവും മനുഷ്യൻ ആസ്വദിക്കുന്നില്ല. എത്രയോ പഠിച്ച മനുഷ്യർ പോലും തങ്ങളുടെ കുടുംബജീവിതത്തിൽ അനുഭവിക്കുന്ന ദുരിതങ്ങൾ എത്ര വലുതാണ്. ഇവന് പലരെയും ഉപദേശിക്കുന്നവരാണ്, പക്ഷേ ഇവൻ്റെ വീടിനെ കൺട്രോൾ ചെയ്യാൻ അവന് കഴിവില്ല. ദൈവത്തിന് സ്തോത്രം. പഠിത്തം കൊണ്ട്, കഴിവ് കൊണ്ടും, പിന്നെ പാരമ്പര്യം കൊണ്ടും, പണം കൊണ്ടും ഒക്കെ പലതും നേടാമെന്ന് മനുഷ്യൻ ചിന്തിക്കുന്നു. പക്ഷേ അവർക്ക് തന്നെ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു, ഇതെല്ലാം വ്യർത്ഥമാണ്. ദൈവത്തിന് സ്തോത്രം. സമ്പത്തും ജ്ഞാനവും കൊണ്ട്, പദവി കൊണ്ടൊക്കെ ഉന്നതനായിരുന്ന രാജാവ് ശലോമോൻ പറഞ്ഞു, സകലവും മായ. ലോകത്തിൽ തന്നെ എത്രയോ മനുഷ്യർ, ഉന്നതന്മാരായ മനുഷ്യർ തങ്ങളുടെ നേട്ടമെല്ലാം അവസാനം സീറോയാണെന്ന് മനസ്സിലാക്കി ഒരു മൂഢനെ പോലെ ലോകം വിട്ടുപോയ സംഭവങ്ങൾ എത്രയോ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരു ദൈവവൈതൽ ദൈവസന്നിധിയിൽ അനുഭവിക്കുന്ന സന്തോഷം, സമാധാനം മറ്റെല്ലാത്തിനെയും അതിജീവിക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധിയിലെ സന്തോഷത്തിന് രണ്ട് വിധമായ പ്രത്യേകതകളുണ്ട്. ഒന്ന്, ലോകത്തിലെ സകല സന്തോഷത്തെയും മറികടക്കുന്നതാണ്. ലോകത്തിലെ സകല സന്തോഷങ്ങളെക്കാൾ ലോകത്തിലെ സന്തോഷം അനുഭവിക്കുന്ന ആ മനുഷ്യർ ഏതെല്ലാം വിധത്തിൽ, ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ദീപാവലിയാണല്ലോ. ഒരു കൂട്ടർ പല സ്റ്റേറ്റുകളിൽ പലരും കൊണ്ടാടുന്ന ഉത്സവമാണ്. ദൈവത്തിന് സ്തോത്രം. നരകാസുരനെ മഹാവിഷ്ണു വധിച്ചതിൻ്റെ സന്തോഷം എന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ചില പറയുന്നത് ശ്രീരാമൻ അയോധ്യയിൽ എത്തിച്ചേർന്നതിൻ്റെ ഓർമ്മ ദിവസമാണ്. ദൈവത്തിന് സ്തോത്രം. തുലാമാസത്തിലെ അമാവാസി ദിവസങ്ങളിൽ ആഘോഷിക്കുന്ന ദീപം കൊണ്ട് അലങ്കരിച്ചുകൊണ്ട് അവർ സന്തോഷിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദീപം മാറിയിട്ട് ഇപ്പോൾ വെടിയിലാണ്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം ഇങ്ങനെ വെടിയുടെ ശബ്ദം ഇങ്ങനെ ആവർത്തിച്ച് കേട്ടുകൊണ്ടേയിരുന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇവർ ഒരു സത്യം മനസ്സിലാക്കാതെ ചെയ്യുകയാണ്. എന്താണ്? ഈ പണം അവർ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പൊട്ടിച്ചതിന് ശേഷം നാളെ പട്ടിണിയായിരിക്കും പല വീടുകളിൽ.
ഇന്ന് പല വീട്ടുകളിലും കഞ്ഞി വെച്ചോന്ന് അറിഞ്ഞുകൂടാ. ഇന്നലെ തീർത്ത് പൊട്ടിയിലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ സന്തോഷമെല്ലാം ഒരു നിമിഷം കൊണ്ട് പൊട്ടിച്ചു തീർക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വലിയൊരു തീയും ശബ്ദവുമായിട്ട് ഇതങ്ങ് തീരുകയാണ്. അവിടെ നിന്ന് വന്ന് നിൽക്കുകയല്ല. ഏതെങ്കിലും വെടി ഇങ്ങനെ പ്രകാശിച്ച് പ്രകാശം വർദ്ധിച്ച് ഇങ്ങനെ ഭൂമിയുടെ മേളിൽ നിൽക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരു ശബ്ദത്തോടു കൂടി അങ്ങ് തീരുകയാണ്. അവന് തന്നെ വെളിപ്പെടുകയാണ്. അവന് തന്നെ ചിന്തിച്ചില്ലെങ്കിലും മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഈ ആർഭാടങ്ങളും ഉത്സവങ്ങളും സന്തോഷങ്ങളും എല്ലാം വലുതായിട്ട് ഇങ്ങനെ വന്നിട്ട് ഒരു ശബ്ദത്തോടു കൂടി അങ്ങ് അവസാനിക്കുകയാണ്. അതിൻ്റെ ഒരു മുടിവാണ് കാണിക്കുന്നത്. ലോകത്തിൻ്റെ സന്തോഷങ്ങളെല്ലാം ഇതുപോലെയാണ് ഈ മക്കളെ. ഒരു പടക്കം പൊട്ടിക്കുന്ന പോലെയുള്ളൂ ഈ ലോകത്തിൻ്റെ ഉയർച്ചകളും സന്തോഷങ്ങളും പദവികളും മഹത്വങ്ങളും എല്ലാം അങ്ങനെയാണ്. എന്നാൽ ദൈവസന്നിധിയിലെ സന്തോഷം എന്ന് പറയുന്നത് ലോകത്തിലെ ഏതെല്ലാം സന്തോഷ ഉപാധികൾ മനുഷ്യൻ കണ്ടെത്തിയിട്ടുണ്ടോ അതിനെയൊക്കെ മറികടക്കുന്ന ഒരു സന്തോഷമാണ്. ആ സന്തോഷം ഉള്ളത്തിലുള്ളത് കൊണ്ടാണ് പരീക്ഷകൾ, പ്രയാസങ്ങൾ, കഷ്ടങ്ങളൊക്കെ വരുമ്പോഴും ദൈവമക്കൾ ചിരിക്കുന്നു, സന്തോഷിക്കുന്നു, ആനന്ദിക്കുന്നു. ഒരിക്കലൊരു ഭക്തന്റെ ശരീരത്തിൽ വലിയ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വേദന ഇങ്ങനെ കഠിനപ്പെട്ടപ്പോൾ ഒരു ഗസ്റ്റ് തന്നെ കാണാൻ വന്നു. അപ്പോൾ ഞാനവിടെ നിൽപ്പുണ്ട്. അദ്ദേഹം പറയും, കർത്താവ് എനിക്കൊരു ഗിഫ്റ്റ് തന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. സാധാരണ മനുഷ്യൻ പറയുമോ ഒരു ഗിഫ്റ്റ് എനിക്ക് കിട്ടിയത്? കാരണം അദ്ദേഹത്തിൻ്റെ സന്തോഷം വലുതായി. സന്തോഷത്തിൻ്റെ രണ്ട് വ്യത്യസ്ത അനുഭവങ്ങൾ ഞാൻ പറഞ്ഞത്. ഒന്ന്, ലോകത്തിലെ സകല സന്തോഷങ്ങളെക്കാൾ മറികടക്കുന്നതാണ്. രണ്ട്, ലോകത്തിലെ സകല ദുഃഖങ്ങളെയും മറക്കുന്നതാണ് ഈ സന്തോഷത്തിൻ്റെ പ്രത്യേകത. ദൈവത്തിന് സ്തോത്രം. സ്വർഗീയ സന്തോഷം സകല ദുഃഖങ്ങളെയും മറക്കുന്നതാണ്. മക്കദോന്യ സഭയിൽ ലഭിച്ച ദൈവകൃപയുടെ പ്രത്യേകത അവിടെ അപ്പോസ്തലൻ പറയുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, കഷ്ടത എന്ന കഠിന ശോധന ജീവിതത്തിൽ വന്നപ്പോൾ ആ ശോധനകളുടെ നടുവിൽ എന്താണ് അവർ ചെയ്യുന്നത്? അവരുടെ അവസ്ഥ എന്തായിരുന്നു? 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന് 2-ാം വാക്യം വായിക്കുമ്പോൾ, കഷ്ടത എന്ന കഠിന ശോധനയിൽ അവരായിരുന്നു. എന്നിട്ട് മറുഭാഗത്തവർ മഹാദാരിദ്ര്യം അനുഭവിച്ചു. സന്തോഷത്തിൻ്റെ സമൃദ്ധി കൊണ്ട് അവർ ആനന്ദിക്കുകയായിരുന്നു. അവിടെ 3 കാര്യങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷത്തിൻ്റെ സമൃദ്ധിയും മഹാദാരിദ്ര്യവും. ഞാൻ ആ വാക്യം ഒന്ന് ശരിയായി നോക്കിയപ്പോൾ ഒരു ഭാഗത്ത് കഷ്ടത എന്ന കഠിന ശോധന, മറുഭാഗത്ത് മഹാദാരിദ്ര്യം, നടുക്കെന്തുവാ? സന്തോഷത്തിൻ്റെ സമൃദ്ധി. ദൈവത്തിന് സ്തോത്രം. അതാ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മഹത്വം. ദാരിദ്ര്യമുണ്ടായി, ശോധനയുണ്ടായി, എന്നിട്ടും സന്തോഷം കുറയുകയല്ല, അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പം എല്ലാ ദുഃഖങ്ങളെയും മറക്കുന്നതും എല്ലാ സന്തോഷങ്ങളെയും മറികടക്കുന്നതുമായ ഒരു സ്വർഗീയ സന്തോഷം. ദൈവത്തിന് സ്തോത്രം. അത് നമുക്ക് ഈ ദുഷ്ടലോകത്തിൽ അനുഭവിക്കാൻ സാധിക്കും. ഇത് അനുഭവിക്കാൻ വേണ്ടി നമ്മളെ വേറൊരു ലോകത്തിൽ കൊണ്ടുപോവുകയല്ല. പിന്നെയോ, നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ആ കഷ്ടത്തിൻ്റെ തീച്ചൂളയുടെ നടുവിൽ തന്നെ നമുക്കിത് അനുഭവിക്കാൻ സാധിക്കും. അതാണ് ഇരമ്യാവ് തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ചിട്ട് നമുക്ക് കാണിച്ചു തരികയാണ്. മക്കളെ, ഞാൻ ഇതിൻ്റെ നടുവിൽ അനുഭവിച്ചത് എന്തായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങൾ പിന്മാറി ദൈവത്തിൽ നിന്ന് അകന്നുപോയി ദൈവത്തിൻ്റെ അടി വാങ്ങി ദുഃഖിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മറുഭാഗത്ത് ഭരണതലത്തിൽ എല്ലാം പ്രതികൂലമായിരിക്കുമ്പോൾ, ഭരണതലത്തിൽ തന്നെ എത്രയോ ശിക്ഷകൾ തൻ്റെ ശുശ്രൂഷ നിമിത്തം ഏറ്റുവാങ്ങും. എന്നിട്ടും തൻ്റെ സന്തോഷം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത. ഏത് പ്രതികൂലങ്ങളുടെ നടുവിൽ കഷ്ടതയിലും പാട്ടുപാടുവാൻ. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ശീലാസ് കാരാഗ്രഹത്തിൻ്റെ അടിത്തട്ടിൽ കിടന്നുകൊണ്ട് ആത്മാവിൽ ആനന്ദിച്ച് സന്തോഷിക്കുകയാണ്. വലിയ സന്തോഷം. നിങ്ങളിൽ സുഖം അനുഭവിക്കുന്നവർ പാട്ടുപാടട്ടെ. കഷ്ടത്തിന് നടുവിൽ ഒരു സ്വർഗീയ സുഖം അനുഭവിക്കുന്നവർക്ക് പാട്ടുകളൊക്കെ പാടുവാൻ കഴിയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആയി തീരുവാൻ തക്കവണ്ണം ജീവിതം വലിയ പ്രത്യാശ കൊണ്ട് നിറയപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇതാ ഭക്തന്മാർ എത്രയോ കഷ്ടങ്ങളെ പാട്ടുകളാക്കി മാറ്റി, മനോഹരമാക്കി മാറ്റി.
കാരണം മറ്റൊന്നുമല്ല, അതിൽ അവരനുഭവിച്ച ആനന്ദം വലുതായിരുന്നു. എങ്ങനെ അത് അനുഭവിക്കാൻ സാധിച്ചു? പ്രവാചകനെ യിരെമ്യാവ് തൻ്റെ കഷ്ടത്തിൽ എങ്ങനെ സന്തോഷം അനുഭവിച്ചു, സമാധാനം അനുഭവിച്ചു? ആ സന്തോഷം വെറും സന്തോഷമല്ല, ഹൃദയം ആനന്ദിച്ചു എന്നാണ്. ഹൃദയത്തിലേക്കൊരു സന്തോഷം ഇറങ്ങി വരുന്ന പെട്ടെന്ന് സഡനായിട്ട് അങ്ങ് ഇറങ്ങി വരത്തില്ല. ദൈവത്തിന് സ്തോത്രം. ചില പുറമെ ഇങ്ങനെ ചിരിച്ചു കളിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും അകത്ത് ചില വേദനകൾ അനുഭവിക്കുന്നവരുണ്ട്. മുഖം വളരെ സന്തോഷമായിട്ടിരിക്കും. ഒരിക്കൽ ഞാൻ വിസിറ്റ് ചെയ്യുമ്പോൾ ഒരു മനുഷ്യനെ കണ്ടു. ആ മനുഷ്യനൊരു ചർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ ഏതാണ്ട് 500-ലധികം പേര് കൂടുന്നുണ്ട്. അവിടെ അത്ഭുതങ്ങളൊക്കെ നടക്കുന്ന അവർ. ഞാനവിടെ കയറി അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയെക്കുറിച്ചോ കേട്ടു. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം ഇറങ്ങാൻ നേരം എനിക്ക് വളരെ സന്തോഷമുണ്ട്, നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ ഇനിയും പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, സന്തോഷമായിരിക്കുന്നു എന്ന് ചോദിച്ചു. ഇദ്ദേഹം എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എൻ്റെ കയ്യിലൊന്ന് മുറുക്കി പിടിച്ചിട്ട് എന്നെ അങ്ങ് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പറഞ്ഞു, ബ്രദർ, ഞാൻ വളരെ ദുഃഖത്തിലാണ്. പല ദുഃഖങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. പല മനപ്രയാസങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷയോ അത് പുറമേ ഇങ്ങനെ ചെയ്യുന്നെങ്കിലും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ പല വേദനകളുണ്ട്, പല നിരാശകളുണ്ട്. ഇപ്പോൾ ഞാൻ ചിന്തിച്ചു, ചിലപ്പോൾ എത്രയോ ഉപദേഷ്ടാക്കന്മാർ ഈ കൂട്ടത്തിലായിരിക്കാം, ചിലപ്പോൾ എത്രയോ സഭാ നടത്തിപ്പുകാർ ഇങ്ങനെയുള്ള കൂട്ടത്തിലുണ്ടായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അതേ എൻ്റെ കൈക്ക് പിടിച്ച് കരയാൻ. ദൈവത്തിന് സ്തോത്രം. തനിക്ക് വിടുതലില്ലാത്ത പല വിഷയങ്ങൾ, തൻ്റെ സന്തോഷം നഷ്ടപ്പെടുത്തുന്ന പല വിഷയങ്ങളിൽ താൻ അടിമയായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയുള്ള മനുഷ്യരുണ്ട് ദൈവമക്കളെ. എന്നാൽ ഇവിടെ ഇതാ ഒരു മനുഷ്യൻ ഹൃദയത്തിൽ ആനന്ദം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പുറമേയുള്ള സന്തോഷം കൊണ്ട് മാത്രമാണോ നിങ്ങൾ തൃപ്തരായിരിക്കുന്നത്? ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓരോരുത്തരോടും ചോദിക്കുന്നു, ഈ ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾ ഹൃദയത്തിന്റെ ആഴത്തിൽ വലിയ സംതൃപ്തി അനുഭവിക്കുന്നുണ്ടോ? ഹൃദയത്തിന്റെ ആഴത്തിൽ നിങ്ങൾ യഥാർത്ഥമായ സമാധാനവും വലിയ സന്തോഷവും അനുഭവിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ തെറ്റിപ്പോയി ദൈവമക്കളെ. നിങ്ങൾ എവിടെയോ വീഴ്ചകൾ വന്നവരായി, ദൈവവുമായുള്ള ബന്ധം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പുറമേ നമുക്ക് സന്തോഷ പ്രകടനങ്ങളൊക്കെ നടത്താൻ സാധിക്കും. എന്നാൽ ഹൃദയത്തിന്റെ ആഴം ദുഃഖിച്ചിരിക്കുന്നെങ്കിൽ ആ സന്തോഷം കൊണ്ട് എന്ത് വില? അതൊക്കെയും വെറും എഞ്ചിനില്ലാത്ത ഒരു വാഹനം പോലെയാണ് പ്രിയരെ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതം അങ്ങനെയായി തീരരുത്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്ന ഈ വചനം എന്തെന്നറിയാമോ? പുറമേ മാത്രമല്ല, നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് വലിയ ആനന്ദവും സന്തോഷവും കൊണ്ട് നിറയ്ക്കുന്ന അനുഭവമാണ്. എത്ര പേർക്ക് ആ അവസ്ഥയിൽ തങ്ങളുടെ ജീവിതമാക്കി തീർക്കുവാൻ ആഗ്രഹമുണ്ട്? അങ്ങനെയുണ്ടെങ്കിൽ തുടർന്നുള്ള വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. പ്രവാചകനായ യിരെമ്യാവ് തൻ്റെ ജീവിതത്തെ എങ്ങനെ സന്തോഷമാക്കി മാറ്റി, ഹൃദയത്തിന്റെ ആഴത്തിൽ ആനന്ദം കൊണ്ട് എങ്ങനെ നിറയ്ക്കുവാൻ തനിക്കിടയാക്കി തീർത്തു. മറ്റൊന്നുമല്ല കാരണം, താൻ പറയുന്നു, നിന്റെ വചനങ്ങളെ ഞാൻ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. അത് എൻ്റെ ഹൃദയത്തിന് ആനന്ദമായി, എനിക്കത് വലിയ സന്തോഷമായി. ആ ഭാഗം വളരെ ശ്രദ്ധിക്കണം നമുക്ക്. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ ദുർലഭമായിരുന്നു. സുലഭമായി വചനം ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഒരു ഭക്തൻ ജീവിച്ചത് നമുക്ക് കാണിച്ചു തരികയാണ്. ഇന്ന് വചനമൊക്കെ ഇഷ്ടം പോലെ ഒരു വീട്ടിൽ തന്നെ എത്ര ബൈബിൾ ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. ആദ്യത്തെ ബൈബിള് പോരാഞ്ഞിട്ട് രണ്ടാമത്തെ ബൈബിള് വാങ്ങിച്ചു. അതിന് സൗന്ദര്യം കുറവായതുകൊണ്ട് പിന്നെ ഏറ്റവും നല്ല പുതിയ എഡിഷൻ വാങ്ങിച്ചു. പിന്നെ മൊബൈലിൽ ഒരുപാട് വെർഷൻസ് ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു കുഴപ്പമേ ഉള്ളൂ, വായിക്കത്തില്ലെന്നേ ഉള്ളൂ. ബാക്കി എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. എല്ലാവരുടെ കയ്യിലുണ്ടെന്നേ. എന്നാൽ ഇവിടെ എന്താ കാണുന്നത്? ഇത് ഇങ്ങനെ ഇല്ലാത്ത ഒരു സാഹചര്യം. എവിടെയൊക്കെയോ ആരുടെയോ കയ്യിൽ ചില ചുരുളുകൾ മാത്രം ശേഷിച്ചിരിക്കുമ്പോൾ ഞാൻ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വചനത്തെ കുറിച്ചുള്ള ആഴമേറിയ ഒരു അറിവും അതിൽ നിന്ന് പ്രാപിക്കാൻ പോകുന്ന മഹത്വത്തെ കുറിച്ചും
താൻ ശരിയായി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇല്ലാത്തത് പോയി കണ്ടെത്തുകയാണ്. ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് ഉള്ളടുത്തേക്ക് പ്രയാണം ചെയ്ത് അത് വാങ്ങി എന്ത് ചെയ്യാണ്? ഭക്ഷിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ വചനത്തെക്കുറിച്ചുള്ള ഒരു നല്ല അറിവ് ക്രിസ്തീയ ജീവിതത്തിന്റെ അവസ്ഥകളൊക്കെ മാറ്റും, ആഴമേറിയ രൂപാന്തരം വരുത്തും. ബൈബിൾ ചുമന്നുകൊണ്ട് നടന്നിട്ട് പലരും കണ്ണുനീരിൽ കഴിയുന്നവരുണ്ട്, കടബാധ്യതയിൽ കഴിയുന്നവരുണ്ട്, ദുഃഖത്തിൽ കഴിയുന്നവരുണ്ട്, വേദനകളിൽ കഴിയുന്നവരുണ്ട്, മാറാ രോഗത്തിന് അടിമയായിരിക്കുന്നവരുണ്ട്, വിശ്വാസം വിട്ടുപോയവരുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ ദൈവവചനത്തിൽ ഒരു മനുഷ്യന് വേണ്ട സകല അനുഗ്രഹങ്ങളുമുണ്ട്. ദൈവത്തിന്റെ സകല അനുഗ്രഹങ്ങളും മനുഷ്യന് നൽകുവാൻ വേണ്ടി മനുഷ്യന് നൽകിയ വാഗ്ദത്തങ്ങൾ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെല്ലാം മനുഷ്യന് കൊടുക്കുവാൻ വേണ്ടിയുള്ള ആ മാധ്യമമാണ് ബൈബിൾ എന്നാണ് എബ്രഹാം ലിങ്കൻ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. മഹാന്മാരൊക്കെ ബൈബിളിനെ അധികം പ്രശംസിച്ചിട്ടുണ്ട്. ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം പൂർണ്ണമാകണമെങ്കിൽ ബൈബിളിനെ കൂടാതെ പൂർണ്ണമല്ല എന്നാണ് ടോൾസ്റ്റോയ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ എത്രയെത്ര മഹാന്മാർ ഇതിനെയൊക്കെ അധികം വായിക്കുകയും പ്രശംസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വചനത്തിൻ്റെ ആഴത്തെക്കുറിച്ച് കൂടുതൽ ഗ്രഹിക്കുവാൻ നാം മനസ്സ് വയ്ക്കുമ്പോൾ അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന വിവിധ അനുഗ്രഹങ്ങളുണ്ട്. ഈ അനുഗ്രഹങ്ങളിൽ ഒന്ന്, ഈ ഭൂമിയിൽ നമ്മുടെ ഹൃദയത്തെ സന്തോഷം കൊണ്ട് നിറച്ച് സ്വർഗീയ സമാധാനം കൊണ്ട് നിറച്ച് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുന്നു. അതിലുപരി വലിയൊരു ഭാവി പ്രത്യാശ ഈ തിരുവെഴുത്ത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നൽകുന്നു. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഇതിന്റെ കാരണം? ഈ തിരുവെഴുത്ത് ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നത് എന്താണ്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. വചനം ദൈവമായിരുന്നു. ദൈവത്തിൻ്റെ എല്ലാ അംശങ്ങളും ദൈവത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ബൈബിളിലെ ഓരോ വാക്യങ്ങളിലും നിറച്ചിരിക്കുകയാണ് ദൈവമക്കളെ. അങ്ങനെ ഒരു അറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. മാത്രമാണോ, ഇതിന് എത്ര പ്രത്യേകതകളാണ്. ഇത് ദൈവശ്വാസീയം. 2 തിമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയം. ദൈവത്തിന്റെ ശ്വാസം അതിനകത്തുണ്ട്. എബ്രായ ലേഖനം 4:12 വായിക്കുമ്പോൾ അത് ജീവനും ചൈതന്യവും ഉള്ളതാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? മരിച്ചു കിടക്കുന്നവന് ജീവൻ നൽകുന്നതാണ്. ചൈതന്യമില്ലാത്തവർക്ക് ചൈതന്യം നൽകണം. ദൈവവചനം ചൈതന്യം നിറഞ്ഞതാണ്. ദൈവത്തിന് സ്തോത്രം. ഇതുകൊണ്ട് തീരുന്നതല്ല. തിരുവെഴുത്തിന്റെ വിശേഷതകളെ കുറിച്ച് വർണ്ണിക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ ദിവസങ്ങൾ തെളിവുകൾ അനുസരിച്ച് പറഞ്ഞാലും തീരാത്ത കാര്യങ്ങളുണ്ട്. എങ്കിലും എൻ്റെ ഓർമ്മയിൽ വന്ന ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. യോഹന്നാൻ 17:17 വായിക്കുമ്പോൾ കർത്താവ് പറയുന്നു, നിന്റെ വചനം സത്യമാണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒട്ടും ഘോഷിക്കില്ല, അതിനകത്താകാത്തതൊന്നുമില്ല. അതിലുപരിയായി പ്രവാചകൻ യെശയ്യാവ് വിളിച്ചു പറയുന്നു 55:11. എന്താണ് പറയുന്നത്? എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് എൻ്റെ വചനം. എൻ്റെ ശക്തി, എൻ്റെ മഹത്വം, എൻ്റെ അധികാരം എല്ലാം അതിനകത്തുണ്ടെന്ന്. പിന്നെന്താ പറയുന്നത്? ഞാൻ അയച്ച കാര്യങ്ങൾ സാധിപ്പിക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇതുവരെയും സാധിക്കാത്ത കാര്യങ്ങളെല്ലാം ഈ വചനത്തിലൂടെ സാധിക്കുന്നയോ മക്കളെ? എന്തുദ്ദേശത്തോടു കൂടെയാണോ ഇത് പുറപ്പെട്ടത്, ആ കാര്യം നിശ്ചയമായും സാധിക്കും. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പറയുന്ന ഈ വചനം ചില കാര്യങ്ങളെ സാധിപ്പിക്കാൻ പോവുകയാണ്. എല്ലാവരിലും ചിലപ്പോൾ നടന്നില്ലെന്ന് വരും, എന്നാൽ ചിലരിൽ ചില കാര്യങ്ങൾ, അത്ഭുതങ്ങൾ ദൈവം നിറവേറ്റാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഇത് കണ്ടെത്തി ഭക്ഷിക്കുന്നത്. അയച്ച കാര്യങ്ങൾ സാധിപ്പിക്കുന്ന വചനം. ദൈവത്തിന് സ്തോത്രം. മാത്രമോ, ഇത് പൊന്നിനേക്കാൾ 119-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ വചനത്തിൻ്റെ അനേക വിശേഷതകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പൊന്നിനേക്കാൾ വെള്ളിയേക്കാൾ വിശേഷിക്കപ്പെട്ടതെന്ന് അതിൻ്റെ 72-ാം വാക്യത്തിലുണ്ട്. എന്നാൽ 105-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു വിശേഷിക്കപ്പെട്ട ദീപം, പാതയ്ക്ക് പ്രകാശം. പോകുന്ന വഴി മുഴുവൻ ഇരുട്ടാണെങ്കിലും
അവിടെയെല്ലാം മനുഷ്യനെ പ്രയാസം കൂടാതെ നയിക്കുന്ന ഒരു വലിയ പ്രകാശമായി ഈ വചനം വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആയതുപോലെ തേനിനേക്കാൾ തേൻകട്ടയേക്കാൾ മധുരമെന്നാണ് 103-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. എത്ര വിശേഷിക്കപ്പെട്ട കാര്യങ്ങൾ. 107-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത് ഈ വചനം അയച്ച് സൗഖ്യമാക്കിയിട്ട് അവരുടെ കുഴികളിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. ഈ വചനത്തിൻ്റെ ശക്തിയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. അവൻ തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കിയെന്നും അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു വന്നു. 107-ാം വാക്യത്തിൽ അവരുടെ കുഴികളിൽ നിന്ന്, നീ ആയിരിക്കുന്ന കുഴിയിൽ നിന്ന്, ഒരു പ്രശ്ന നിമിത്തം, ഒരു പ്രയാസ നിമിത്തം, ഒരു രോഗം നിമിത്തം, ഒരു പ്രതികൂല നിമിത്തം ഒരു വലിയ കുഴിയിൽ നീ ആയിപ്പോയെങ്കിൽ ആ കുഴിയിൽ നിന്നെ പൊക്കിയെടുക്കുവാൻ ഈ വചനത്തിന് ശക്തിയുണ്ട്. എത്ര വിശേഷിക്കപ്പെട്ടതാണ്. ദൈവത്തിന് സ്തോത്രം. ഇത് കണ്ടെത്തുന്നവർ നന്മ കണ്ടെത്തും. സദൃശ്യവാക്യങ്ങൾ 16-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇത് പ്രമാണിക്കുന്നവർ നന്മയെ കണ്ടെത്തും. ദൈവവചനം അനേക നന്മകളെ കൊണ്ടുവരികയാണ്. ദൈവത്തിന് സ്തോത്രം. ഇതെത്രയോ വിശേഷിക്കപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് ഇത് വായിക്കുന്നവർ, ഇത് കേൾക്കുന്നവരൊക്കെ ഭാഗ്യവാന്മാർ. ഇത് പ്രമാണിക്കുന്നവർ അതിനേക്കാൾ വിശേഷിക്കപ്പെട്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. പ്രവാചകൻ യിരെമ്യാവ് തന്നെ 38-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നുണ്ട്, 20-ാം വാക്യത്തിൽ രാജാവിനോട് തന്നെ പറയുകയാണ്, ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന ഈ വചനങ്ങൾ പ്രമാണിക്കണമേ, എന്നാൽ നിനക്ക് നന്നായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ ഞാൻ ബോധിപ്പിക്കുന്ന യഹോവയുടെ വചനം കേൾക്കണമേ, എന്നാൽ നിനക്ക് നന്നായിരിക്കും, നിനക്ക് പ്രാണരക്ഷയുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. ജീവിതം നന്നാകുവാൻ, ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ, പ്രാണനെ രക്ഷിക്കുവാൻ മതിയായ ശക്തിയുള്ള വചനങ്ങൾ പ്രതികൂല സാഹചര്യങ്ങളിൽ അതിനെ കണ്ടെത്തുക എന്നുള്ളത് ഒരു ഭക്തന്റെ ജീവിതത്തിൽ വലിയ സന്തോഷം. ദൈവത്തിന് സ്തോത്രം. ഇത് ശുദ്ധമായതാണ്. നിലത്തെ ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ എന്ന് 12-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യത്തിൽ നമുക്ക് കാണുന്നു. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ഇത് മാറുകയില്ല എന്ന് സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ വചനത്താലാണ് ഈ ലോകമുണ്ടായത് എന്ന് എബ്രായ ലേഖനം 11-ന്റെ 3-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ വചനം എത്രയോ വിശേഷിക്കപ്പെട്ടതാണ്. ഈ വചനം അനേകരെ കേട്ടാൽ വചനം വെച്ച് ന്യായം വിധിക്കുന്ന ആളുകൾ വരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആകയാൽ ഈ വചനത്തിൻ്റെ വിശേഷത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നാൽ ആ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരും, ശ്രേഷ്ഠമായി തീരുവാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. സകലവിധമായ നന്മകളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വചനം ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൽ അടിസ്ഥാനമാക്കി ജീവിക്കുമ്പോൾ അവർക്ക് വീഴ്ചയുണ്ടാകുകയില്ല. തിരുവചനം പ്രമാണിക്കുന്നവർക്ക് നന്മ ലഭിക്കുമെന്നും അവർ വീണുപോകുകയില്ല എന്നും തിരുവെഴുത്ത് നമ്മോട് ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇത് പ്രമാണിക്കുന്നവർ മരണം കാണുകയില്ല എന്ന് യേശു പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 51-ാം വാക്യം. യോഹന്നാൻ 8:51. വേഗത്തിൽ വായിക്കാമോ? അവൻ മരണത്തെ കാണുകയില്ല. സ്തോത്രം. ഒരു മനുഷ്യൻ ദൈവവചനം പ്രമാണിക്കുമ്പോൾ മരണത്തെ കാണുകയില്ല. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു 40 നാൾ ഉപവസിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ അടുക്കൽ സാത്താൻ വന്നിട്ട് അവനെ പരീക്ഷിക്കുവാൻ വന്നിട്ട് അവനോട് ആദ്യം പറയുന്നത്, വിശന്നിരിക്കുന്നവർക്ക് ആഹാരമല്ലേ ആവശ്യം, മനസ്സിലാക്കൊണ്ട് പറയുകയാണ്, ഈ കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്കാം, കല്ലുകൾ അപ്പമായി തീരാൻ കൽപ്പിക്കാൻ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് എന്ത് പറഞ്ഞു? ആൻസർ എന്ത് പറഞ്ഞു? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഏത് സാഹചര്യത്തിലും വചനം കൊണ്ട് ജീവിക്കാൻ സാധിക്കും. പട്ടിണിക്കാലത്ത് വചനം കൊണ്ട് ജീവിക്കാൻ സാധിക്കുമെന്ന് യേശു തെളിയിച്ചു കൊടുത്തു. എങ്ങനെയാണ്? 40 ദിവസം ഉപവസിച്ചു. പിന്നെ അടുത്ത 40 ദിവസവും അടുത്ത 40 ദിവസം പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു.
കല്ല് അപ്പമായി തീർന്നെങ്കിൽ 40 ദിവസവും കഴിച്ചുകൊണ്ട് ജീവിക്കാൻ. ദൈവത്തിന് സ്തോത്രം. പക്ഷേ 40 ദിവസം അവൻ മരുഭൂമിയിലായിരുന്നു എന്നും കാട്ടുമൃഗങ്ങളോടുകൂടെ ആയിരുന്നു സാത്താനാൽ അവൻ പരീക്ഷിക്കപ്പെട്ടുവെന്നും തിരുവെടുത്ത് പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവിടെയൊക്കെ അവൻ എങ്ങനെയാ ജീവിച്ചേ? വചനം കൊണ്ട് ജീവിച്ചു. ദൈവത്തിന് സ്തോത്രം. വചനം കൊണ്ട് ജീവിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? വിശപ്പൊക്കെ മാറ്റി എഴുന്നേറ്റിരുന്നു എന്നാണോ? അത് മാത്രമാണോ? പ്രതികൂലങ്ങളുടെ നടുവിൽ ജീവിച്ചു. മാത്രമല്ല, മരണത്തെ അവൻ ജയിച്ചു. ശരീരത്തിന്റെ ബലഹീനതയെ അവൻ ജയിച്ചു. ദൈവത്തിന് സ്തോത്രം. അതാണ് ഈ വചനത്തിന്റെ പ്രത്യേകത. ഈ ശ്രേഷ്ഠമായ വചനം, കാര്യങ്ങളെ സാധിപ്പിക്കുന്ന വചനം, ചൈതന്യമുള്ള ദീപമാകുന്ന വചനം, ഇതൊരു മനുഷ്യന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി ഭക്തരായി തീർന്നുകൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബൈബിൾ എല്ലാവരുടെയും കയ്യിലുണ്ട്, വായിക്കുന്നതിലെന്നുള്ള കുറവേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എന്താണ്? ഭക്തി മനഃപ്പാഠമാക്കി മാനുഷിക കൽപ്പനകളാക്കി മാറ്റുന്നു. ഭക്തിയുടെ വേഷം ധരിക്കുന്നു, ശക്തിയില്ലാത്തവരായിത്തീരുന്നു. ദൈവദിനത്തിന് വലിയ ശക്തിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഭക്തി വർദ്ധിപ്പിക്കുന്നതാണ്. 119 സങ്കീർത്തനം 38 വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്ന വചനമെന്നാണ്. ദൈവത്തിന് സ്തോത്രം. ഭക്തിയെ വർദ്ധിപ്പിക്കുന്ന വചനത്തെ അടിയന് നിവർത്തിക്കണം. ഈ വചനമാണ് ജീവിതത്തിൽ സൂക്ഷിപ്പായിത്തീരുന്നത്. അതുകൊണ്ടാണ് എല്ലാവർക്കും പരിചയമുള്ള വാക്യമാണ് 119:9. ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നതെന്നെങ്ങനെ? യൗവനക്കാർ, ചെറുപ്പക്കാർ, ബാലന്മാർ, കുഞ്ഞുങ്ങൾ തങ്ങളുടെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? വചനപ്രകാരം. നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ. അതുകൊണ്ടാണ് ചെറിയ കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ, അവർ ശിശുക്കളായിരിക്കുമ്പോൾ തന്നെ അറിവുള്ള ജ്ഞാനമുള്ള മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നു? അവരെ വചനം പഠിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നതിന് മുൻപേ കുഞ്ഞുങ്ങൾ വചനം പഠിക്കും. ദൈവത്തിന് സ്തോത്രം. അവരുടെ നാവ് വിശുദ്ധമായിത്തീരും, അവരുടെ ഭാഷ നല്ലതായിത്തീരും. മറ്റുള്ളവരുടെ ഇടയിൽ ഇറങ്ങിപ്പോകുമ്പോൾ അവരുടെ ഭാഷകളൊന്നും മാറിപ്പോകുകയില്ല. ഇന്ന് ആരാധനയ്ക്ക് വരുമ്പോഴുള്ള ഭാഷയല്ല വെളിയിലിറങ്ങുമ്പോൾ ചിലർക്ക്. കാര്യം എന്താണ്? ദൈവദിനമായുള്ള ബന്ധമില്ല. ദൈവദിനത്തിൽ വളരെയേറെ അകന്നു പോവുകയാണ്. നമ്മുടെ വാക്കുകൾ, മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നാണ് മത്തായി 12:36 എഴുതിയിരിക്കുന്നത്. അങ്ങനെയുള്ള അബദ്ധമൊന്നും പറ്റാതിരിക്കാൻ ദൈവദിനമായി നല്ലൊരു ബന്ധമുണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ആകയാൽ ഈ വചനത്തെ കണ്ടെത്തണം. ദൈവത്തിന് സ്തോത്രം. കണ്ടെത്തി ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ അതിന് മറ്റു ചില കാര്യങ്ങളുണ്ട്. അതായത്, നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായത് മുഴുവൻ ഈ തിരുവെഴുത്തിൽ അടങ്ങിയിട്ടുണ്ട്. രോഗികളാണോ? അവർക്ക് വേണ്ടതുണ്ട്. ബന്ധിക്കപ്പെട്ടവരാണോ? അവർക്ക് വേണ്ടതുണ്ട്. ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നു, അവർക്ക് വേണ്ടവരുണ്ട്. നിന്ദയിൽ കൂടെ കടന്നു പോകുന്നു, അവർക്ക് വേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ നാം കടന്നു പോകുന്ന ഏതെല്ലാം പാതകളുണ്ടോ ആ പാതകളിലൊക്കെ നമ്മൾ എങ്ങനെ ജയം പ്രാപിക്കണം, ആ പാതയിൽ കൂടെ കടന്നു പോകുന്നവർക്ക് അതിനേറ്റ വചനമുണ്ട്. അതിനെ കണ്ടെത്തണം. അതിനാണ് ബൈബിൾ പരിചയം ആവശ്യമായിരിക്കുന്നത്. അതിനാണ് ബൈബിൾ വായിക്കേണ്ടതിൻ്റെ ആവശ്യകത. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും അത് വായിക്കുവാനും ധ്യാനിക്കുവാനും നമ്മൾ മനസ്സ് വയ്ക്കണം. അതുകൊണ്ടാണ് 119:148 വാക്യം വായിക്കുമ്പോൾ, അത് ധ്യാനിക്കേണ്ടതിന് എൻ്റെ കണ്ണ് യാമങ്ങളെ നോക്കിയിരിക്കുന്നു. കണ്ടില്ലെങ്കിൽ ഒന്ന് വായിച്ചു, നല്ലതാണ്. ദൈവത്തിന് സ്തോത്രം. നിന്റെ വചനത്തെ ധ്യാനിക്കേണ്ടതിന് 119 വചനത്തെ ധ്യാനിക്കുമ്പടി എൻ്റെ കണ്ണ് ഓരോ യാമങ്ങളും കഴിയുന്നത് നോക്കിയിരിക്കണം. ഓരോ യാമങ്ങൾ കഴിയുന്തോറും ദൈവത്തിന്റെ വചനം ധ്യാനിക്കുന്ന ഒരു വലിയ സന്തോഷമായി. ഈ സന്തോഷം അനുഭവിച്ചവർ ലോകത്തിലൊരു സന്തോഷത്തിന് പുറകെ പോകത്തില്ല. ഇത് ടേസ്റ്റ് ചെയ്തവർ ഒന്നേ സന്തോഷമായിട്ട് എടുക്കുകയില്ല. ഇത് മനസ്സിലാക്കാത്തവരാണ് ലോകത്തിലെ എല്ലാ കാര്യം, ലോകത്തിലെ സന്തോഷമൊന്നും മനുഷ്യൻ തൃപ്തി വരുത്തുന്നതല്ല. പിന്നെ യാക്കോബിന്റെ ഉറവയിൽ നിന്ന് വെള്ളം കോരിയ ശമര്യക്കാരി സ്ത്രീയെ പോലെ ആയിരിക്കും. അവൾ കോരിക്കൊണ്ടേയിരിക്കുകയാണ്. കർത്താവിന് മനസ്സിലായി കാര്യം. കർത്താവ് എന്ന് പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ചില കാര്യങ്ങളൊക്കെ അവൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ശമര്യക്കാര്
അവൾ ശരിക്കും ഇസ്രായേലിലെ കൂട്ടത്തിലുള്ളവരല്ല. അതിലേക്കൂടെ ഇസ്രായേൽ മക്കൾ അഥവാ യഹൂദന്മാർ ശമരിയിൽ കൂടെ യാത്ര ചെയ്യുക പോലുമില്ല. ഒരു ജാതീയ പട്ടണമാണ്. കർത്താവായ യേശുക്രിസ്തുവിനൊന്നും വിഷയമല്ലായിരുന്നു. കർത്താവ് അതിലൂടെ പോയി. സാധാരണ യഹൂദന്മാർ പോകാത്ത വഴിയിലൂടെ കർത്താവ് പോയി. ചെന്നപ്പോൾ പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യാക്കോബ് കുഴിച്ച ഒരു ഉറവ അവിടെ ഉണ്ടായിരുന്നു. ആ പേര് പറഞ്ഞുകൊണ്ട് അതിൽ നമ്മൾ വെള്ളം കോരിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവൾക്ക് യാതൊരു തൃപ്തിയുമില്ല. കാരണം എന്താണ്? ഇവൾ പിന്നെ അതുകൊണ്ട് കോരാൻ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതുവരെ അവളുടെ ദാഹം തീർന്നിട്ടില്ല. ദൈവത്തിന്റെ സ്തോത്രം. അതിലൂടെ ഒരു കാര്യം കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അവളുടെ അവസ്ഥകളെല്ലാം കർത്താവ് പറഞ്ഞു കൊടുത്തു. ദൈവത്തിന്റെ സ്തോത്രം. എൻ്റെ ഭർത്താവ് എന്ത് ചെയ്തു ചോദിച്ചപ്പോൾ അവൾ ഉടനെ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ലെന്ന്. അപ്പോൾ കർത്താവ് കാര്യം പറഞ്ഞു കൊടുത്തു. നിനക്ക് മുമ്പേ 5 ഉണ്ടായിരുന്നു, ഇപ്പോൾ ഭർത്താവിൻ്റെ കൂടെ അല്ല നീ ജീവിക്കുന്നതെന്നൊക്കെ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു. കാര്യങ്ങളെല്ലാം കേട്ടപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ഇത് മശിയ തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവരെല്ലാം പിന്നെയും ദാഹിക്കും. നിന്റെ ദാഹം തീരാത്തതിന്റെ കാരണം നിന്റെ കയ്യിലിരിപ്പാണ്. ദൈവത്തിന് സ്തോത്രം. നിന്റെ ഈ സ്വഭാവം, ഈ ഭൗതികമായ സന്തോഷങ്ങൾ ഒന്നും ഒരു മനുഷ്യനെ തൃപ്തിപ്പെടുത്തത്തില്ല. ദൈവമക്കളെ, തൃപ്തിപ്പെടുത്തുകയില്ല. ലോകത്തിന്റെ ഫാഷൻ, ലോകത്തിന്റെ സന്തോഷങ്ങൾ, ലോകത്തിന്റെ ഇൻപങ്ങളൊന്നും തൃപ്തിപ്പെടുത്തുകയില്ല. ഫാഷൻ തൃപ്തിപ്പെടുത്തുമായിരുന്നെങ്കിൽ ഓരോ വർഷവും വാഹനങ്ങൾക്ക് മോഡൽ മാറ്റേണ്ട ആവശ്യമുണ്ടോ? ആദ്യത്തെ മോഡലിൽ അവൻ തൃപ്തിയല്ലെന്നല്ലേ എൻ്റെ അർത്ഥം. ഇപ്പോൾ അതിന് മാർക്കറ്റ് ലഭിക്കണമെങ്കിൽ കഴിഞ്ഞ വർഷത്തെ മോഡൽ ഇപ്പോൾ ആർക്കും വേണ്ട. ഓരോന്നിനും മോഡൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഷർട്ട് ഇട്ടിട്ട് ആദ്യത്തെ ഷർട്ട് പോരാ, പിന്നെ അടുത്ത ഇപ്പോഴത്തെ മോഡൽ 4 സൈസുള്ള തുണികൾ ഒന്നിച്ച് ചേർക്കണം, പിന്നെ ഒരു വാരം ഉണ്ടാക്കണം. ദൈവത്തിന് സ്തോത്രം. അധോലോകത്തിലെ മോഡലുകളെല്ലാം കൊണ്ടുവരുന്നത് എന്താണ്? ഓരോ മോഡലുകൾ അവർ തൃപ്തരല്ല. ദൈവത്തിന് സ്തോത്രം. മാന്യമായിട്ട് മുടി വെച്ചിട്ട് തൃപ്തിയാകുന്നില്ല. പിന്നെ ഒരു സൈഡ് മാത്രം ഇങ്ങനെ ചരിച്ചു വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ളത് വളർത്തുന്നു. എന്നിട്ടും തൃപ്തിയാകുന്നില്ല. ഇനി വേറെ എന്തൊക്കെ കാണിക്കാൻ പോകുന്ന അറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. കാര്യം, മനുഷ്യൻ തൃപ്തനല്ല. ലോകത്തിൽ കാണുന്ന ഫാഷൻ, ഇന്നും ഓരോ മോഡലുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആദ്യത്തെ മോഡൽ പഴയതാകുന്നു, അതിൽ തൃപ്തിയില്ല. പിന്നെ അടുത്തത് കൊണ്ടുവരുന്നു, പിന്നെ അടുത്ത് കൊണ്ടുവരുന്നു. ദൈവത്തിന് സ്തോത്രം. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ പഴയതിലോട്ട് ഇറങ്ങിപ്പോയി. ഏറ്റവും ഓൾഡ് മോഡൽ. ദൈവത്തിന് സ്തോത്രം. കാരണം ഇവന് ഉണ്ടാക്കാവുന്ന മോഡലെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ, ഇനി പഴയതിലേക്ക് പോവുകയാണ്. ഇങ്ങനെ റൊട്ടേഷൻ ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം ഇവന് ഒന്നിലും തൃപ്തരല്ല. ലോകത്തിലെ ഒന്നും നമ്മെ തൃപ്തിപ്പെടുത്തുകയില്ലെന്ന് നമുക്ക് തന്നെ വെളിപ്പെടുത്തി തരികയാണ്. ദൈവത്തിന് സ്തോത്രം. അതൊക്കെയാണ് ഈ പഴയ പാരമ്പര്യത്തിൽ നിന്നുള്ള ആ ഉറവകൾ. ദൈവത്തിന് സ്തോത്രം. ലോകത്തിൽ നിന്നുള്ള ഉറവകൾ, ഇതിലൊക്കെ മനുഷ്യർ കോരി കുടിച്ച് അവർ പിന്നെയും ദാഹിച്ചുകൊണ്ടിരിക്കും. യേശു പറഞ്ഞു, ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ ഇനി നിനക്ക് ദാഹം ഉണ്ടാകത്തില്ല. നിന്റെ എല്ലാ ദാഹവും മാറും. ദൈവത്തിന് സ്തോത്രം. അതാണ് ജീവന്റെ വചനം, ജീവന്റെ വെള്ളം. ദൈവത്തിന് സ്തോത്രം. ആ വെള്ളമാണ് പെന്തക്കോസ്ത് നാളിൽ പുറപ്പെട്ടത്. അതിലൂടെ അനേകർ സംതൃപ്തി അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. മറ്റൊന്നും മനുഷ്യനെ തൃപ്തിപ്പെടുത്തുകയില്ല. എങ്കിലും ആ ശമരിയക്കാരി സ്ത്രീയെക്കുറിച്ച് എനിക്കൊരു സന്തോഷമുള്ളത്, അവൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ, കർത്താവാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൾ ഓടിച്ചെന്ന് അനേകരോട് പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയാമോ? ഞാൻ ചെയ്തതൊക്കെ എന്നോട് പറഞ്ഞ ഒരു മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. നമ്മളാണെങ്കിൽ ഞാൻ ചെയ്തതല്ല എന്നോട് പറഞ്ഞ ഒരാളെന്ന് പറഞ്ഞാൽ പിന്നെ അവൻ്റെ അടുത്തോട്ട് പോകത്തില്ല. ദൈവത്തിന് സ്തോത്രം. അവളുടെ കയ്യിലുള്ള കുഴപ്പങ്ങളെല്ലാം വെളിപ്പെടുത്തിയ ആളിനെ വന്ന് കാണാൻ പറയുകയാണ്. സുവിശേഷം ആദ്യമായിട്ട് പറഞ്ഞു തുടങ്ങുന്നത് എങ്ങനെയാണ്? ഞാൻ ചെയ്തതെല്ലാം മറച്ചു വെക്കാതെ എന്നോട് വെളിപ്പെടുത്തി തന്ന ഒരുവൻ ഉണ്ട്. അങ്ങനെയാണ് ശമരിയപട്ടണം മുഴുവൻ കർത്താവിൻ്റെ സുവിശേഷം അറിയുന്നത്. ദൈവത്തിന് സ്തോത്രം. അവൾ കർത്താവിനെ ഒന്ന് കണ്ടപ്പോൾ, ആ സാന്നിധ്യം ഒന്ന് അനുഭവിച്ചപ്പോൾ ശരിക്കും അവളുടെ സന്തോഷം വർദ്ധിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് കണ്ടവരോടെല്ലാം ചെന്ന് അവൾ പറയാൻ തുടങ്ങി. ശമരിയക്കാർ സ്ത്രീ ഇന്ന് വന്നാൽ, നമ്മുടെ അടുക്കൽ വന്നാൽ നമ്മൾ സാക്ഷി പറയിക്കത്തില്ല, ഒരു വിശ്വാസിയായിട്ട് അംഗീകരിക്കത്തില്ല. കാരണം അവളുടെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ്. പക്ഷേ അവളുടെ അന്നുവരെയുള്ള പാപത്തെ ക്ഷമിച്ച് അവളുടെ പാപങ്ങളെല്ലാം വെളിപ്പെടുത്തി കൊടുത്ത കർത്താവിനെ അവൾ മനസ്സിലാക്കിയപ്പോൾ അവൾ അന്നു മുതൽ സുവിശേഷം അറിയിക്കാനായിട്ട് അത്രമാത്രം സന്തോഷം ദൈവസന്നിധി നമ്മൾ അനുഭവിക്കാൻ ഇടയായിത്തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞത്, ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങൾ, ഈ ലോകത്തിൻ്റെ ഇൻപങ്ങൾ, ഈ ലോകത്തിൻ്റെ ആഡംബരങ്ങൾ, ഈ ലോകത്തിൻ്റെ അലങ്കാരങ്ങൾ, ഇതിനെല്ലാം ഒരു പരിധിയുണ്ട്. ഇതെല്ലാം മനുഷ്യനെ കൂടുതൽ 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 ആൻസൈറ്റി കൊണ്ടുവരുന്നതല്ലാതെ തൃപ്തിയിലേക്ക് കൊണ്ടുവരികയില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ
തൃപ്തിപ്പെടുത്താത്ത എത്രയോ കാര്യങ്ങൾ. സ്തോത്രം. ആത്മീയ ലോകത്തിൽ നിന്ന് അപ്പുറത്തേക്ക് പോയിട്ട് പലതിലും തൃപ്തിപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പലതിലും മനുഷ്യൻ അടിമകളായി തീരുകയാണ്. പല ദുർസ്വഭാവങ്ങൾക്ക് അടിമകളായിത്തീരും. ഒടുവിൽ പാതാളത്തിൻ്റെ ആടുകളായിത്തീരും. പാതാളത്തിൻ്റെ ആടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവം പ്രസാദിക്കുന്ന ആ ചെറിയ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് മാറി പാതാളത്തിൻ്റെ ആടുകളായി നിത്യനാശത്തിലേക്ക് പോകും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരുമ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിന് മറ്റൊരു ഡയറക്ഷൻ ഉണ്ടാകുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ കാണുവാൻ കഴിയുന്നത് എന്താണ്? ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കും. ഇതെങ്ങനെ സാധിക്കും? സ്തോത്രം. ഒന്ന്, വചനത്തോടുള്ള ആർത്തി, വചനത്തോടുള്ള ദാഹം. ഇതെങ്ങനെ ഉണ്ടാകും? ഈ വചനത്തിൻ്റെ വിശേഷത ഇത് ദൈവമാണെന്നും ഇതിലൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുമെന്നും ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ അധികാരവും ദൈവത്തിൻ്റെ തേജസ്സും ഇതിലുണ്ടെന്ന് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ജീവന്റെ വചനങ്ങൾ പ്രമാണിക്കുന്ന ഒരു മനുഷ്യൻ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ ആയിരിക്കും. സ്വയം പ്രകാശിത ഗോളത്തെ പോലെ ഒരു മനുഷ്യൻ ദൈവത്തിന്റെ വചനത്തെ പ്രമാണിക്കുന്നതിൽ കൂടെ ആയിത്തീരുമെന്നാണ് ഫിലിപ്പിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്തുവെന്നാണ് ക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ വെളിപ്പെടുത്തുന്നത്. ഈ വചനം ഒരു ശരീരമായി തീർന്നു. ആ ശരീരമാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലും ഈ വചനം തന്നെയായിരുന്നു വ്യാപരിച്ചു കൊണ്ടിരുന്നത്. ആ വചനമാണ് സത്യമായ വചനം. ആ വചനമാണ് ജീവനായി തീർന്ന വചനം. ദൈവത്തിന് സ്തോത്രം. ആ വചനമാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന വചനം. ദൈവത്തിന് സ്തോത്രം. ആ വചനത്തെ ഒരു മനുഷ്യൻ സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിനെ അവരുടെ ഉള്ളത്തിൽ സ്വീകരിക്കുകയാണ്. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ ശരിക്കും ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് കർത്താവിന്റെ പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. വചനത്തെ കണ്ടെത്തി ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നാം വരുമ്പോൾ ഈ വചനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയാണ്. പരിശുദ്ധമായ ഈ വചനം ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നത് എങ്ങനെയാണ്? തിരുവചനങ്ങൾ എങ്ങനെയാണ് നമ്മൾ പ്രാപിക്കുന്നത്? അല്ലെങ്കിൽ ഈ വചനം ഭക്ഷിച്ച് ഈ തിരുവഴുത്തിലൂടെ നമ്മുടെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കി തീർക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിന് സ്തോത്രം. ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവൻ്റെ വിശുദ്ധന്മാർ തൃക്കൈയിലിരിക്കുന്നു. അവർ തൃക്കാൽക്കലിരുന്ന് തിരുവചനങ്ങളൊക്കെ പ്രാപിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം ഒരു മനുഷ്യൻ സ്വായത്തമാക്കുവാൻ, ജീവിതത്തിൽ അനുഭവമാക്കി മാറ്റുവാൻ, ഇത് പ്രാപിക്കുവാൻ, അവിടെ എഴുതിയിരിക്കുന്ന പ്രാപിക്കുവാൻ എന്നാണ്. വാക്യം വായിക്കാമോ? പാദത്തിൽ വിഴുന്ന് ഉമ്മയുടെ വാർത്തകളിനാൽ ബോധന അടയുവാകൾ. ദൈവത്തിന് സ്തോത്രം. ഈ വചനങ്ങളെ ജീവിതത്തിലാക്കി മാറ്റുവാൻ അവർ പാദപീഠത്തിലേക്ക് വരണം. ദൈവത്തിന് സ്തോത്രം. പാദപീഠത്തിൽ വരണമെങ്കിൽ അവർ ആദ്യം എവിടെ ആയിരിക്കണമെന്നറിയാമോ? കർത്താവിൻ്റെ കൈകളിൽ വരണം. ദൈവത്തിന് സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നത് അവൻ്റെ വിശുദ്ധന്മാർ തൃക്കൈകളിലിരിക്കുന്നു. അപ്പൊ കർത്താവിൻ്റെ കയ്യിൽ ഒരു മനുഷ്യൻ വന്നാൽ അവൻ്റെ ജീവിതം എന്നും സുരക്ഷിതത്വമായിരിക്കും. തിരുവെഴുത്ത് പറയുന്നത് അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയില്ല. അവൻ്റെ കയ്യിൽ ഇരുന്നാൽ ഒരിക്കലും ആരും ഒരു ദോഷവും ചെയ്യില്ല. നിങ്ങളുടെ ജീവിതം കർത്താവിൻ്റെ കൈകളിലാണെങ്കിൽ ഒരു ബാധയും നിന്റെ അടുക്കൽ വരികയില്ല, ഒരു ദോഷവും നിനക്ക് ഭവിക്കുകയില്ല. അവൻ്റെ കയ്യിൽ നിന്ന് ആർക്കും പിടിച്ചു പറിക്കാൻ കഴിയില്ല. അവൻ്റെ കയ്യിൽ നിന്ന് നീ സ്വയമായിട്ട് ഇറങ്ങിപ്പോയാൽ അതിൻ്റെ ഉത്തരവാദിത്വം നിനക്കുള്ളതാണ്. ഒരിക്കൽ ഞാൻ ഒരു ചർച്ചിലിരിക്കുമ്പോൾ അവിടെ ഒരു വിശ്വാസി ഒരു ചെറിയ വിഷയത്തിൽ പിന്മാറിപ്പോയി, ഒരു വിവാഹത്തോടനുബന്ധിച്ച്. ദൈവത്തിന് സ്തോത്രം. ചിലരൊക്കെ അങ്ങനെയാണല്ലോ പിന്മാറിപ്പോകുന്നത്, കല്യാണത്തോടനുബന്ധിച്ച്. അതുവരെയെല്ലാം കർത്താവ് നടത്തി എല്ലാവരും മറക്കും. അന്ന് അവരുടേതായ ചില സ്വയമായി തിരഞ്ഞെടുപ്പ് നടത്തും. ദൈവത്തിന് സ്തോത്രം. ആ കുടുംബം പിന്മാറിപ്പോയപ്പോൾ ഞങ്ങൾക്ക് വലിയ ദുഃഖമായി. ഞാനും എൻ്റെ കൂട്ടുവേലക്കാരൊന്നും ചില ദിവസങ്ങൾ ആഹാരമേ കഴിച്ചില്ല.
അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് ഒരു ദർശനം കാണിച്ചു. ദൈവത്തിന് സ്തോത്രം. ദർശനം കാണിക്കുക മാത്രമല്ല, ഒരു കാര്യം സംസാരിക്കുകയും ചെയ്തു. അതിലൊന്ന്, കർത്താവിനോട് പറഞ്ഞു, ഞാൻ അവരെ എൻ്റെ കൈകളിൽ വച്ചിരിക്കുകയായിരുന്നു, എന്നാൽ അവർ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം എൻ്റെ കൈകളിൽ നിന്ന് അവരുടെ വഴിയേക്ക് പോവുകയായിരുന്നു. അവിടെ ഒരു കാര്യം, കർത്താവ് തൻ്റെ കയ്യിൽ വെച്ചിട്ട് നമ്മളെ അങ്ങ് മുറുക്കി പിടിച്ച് ഒതുക്കി കളയുകയല്ല. അങ്ങനെയല്ല നമ്മൾ സൂക്ഷിക്കപ്പെടുന്നത്. ആ കൈകളിൽ നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ഓ, കർത്താവ് എൻ്റെ സ്വാതന്ത്ര്യത്തിനൊന്നും ഇല്ലെങ്കിൽ ഞാൻ സ്വയമായി കർത്താവിനെ ആരാധിക്കുവാൻ അല്ലെങ്കിൽ കർത്താവിനെ ഇഷ്ടം ചെയ്യുവാനുള്ള ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു പരാതി നമുക്കുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും ദൈവത്തിൻ്റെ പ്രവൃത്തി എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മൾ സ്വാതന്ത്ര്യമായിട്ട് ദൈവത്തെ ആരാധിക്കണം. നമ്മളെ ഒരു അടിമയാക്കി ആരാധിപ്പിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. നമ്മളെ പിടിച്ച് നിർത്തിയിട്ട് മുട്ടുമേലിരി, കണ്ണടയ്ക്ക്, കൈയടിക്ക്, ആരാധിക്ക്, ഇതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പിന്നെ ദൈവത്തിൻ്റെ നന്മകളെല്ലാം മറന്ന് അങ്ങനെ ദൈവത്തെ അത്രത്തോളം മറന്നുപോയവരുടെ അങ്ങനെയുള്ള അവസ്ഥയെ ഓർമ്മപ്പെടുത്തി ചിലപ്പോൾ ചില ശുശ്രൂഷകർ ദുഃഖത്തിലൂടെ എന്തുകൊണ്ട് നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ആത്മീയമായി മുന്നേറാൻ കഴിയുന്നില്ല, എന്തുകൊണ്ട് ആരാധനയ്ക്ക് വരുന്നില്ല എന്നൊക്കെ ചോദിക്കും. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് ഒരു പ്രേരണ കൂടാതെ സ്വയമായി ദൈവീയ കാര്യങ്ങളെ ഏറ്റെടുക്കുക. അതിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ചെയ്യാൻ വേണ്ടിയാണ് കയ്യിൽ വയ്ക്കുമ്പോൾ നമുക്കൊരു സ്വാതന്ത്ര്യം ദൈവം തരുന്നു. സ്വാതന്ത്ര്യമായി ദൈവത്തെ ആരാധിക്കുക. നമുക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല, ദൈവേഷ്ടം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അവരവരുടെ ഉത്തരവാദിത്വമാണ്. എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് തന്നിരിക്കുന്ന പ്രമാണങ്ങളെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഏദൻ തോട്ടത്തിൽ, ദൈവം ഉണ്ടാക്കിയ തോട്ടത്തിൽ സാത്താൻ കയറി വഞ്ചിച്ചു. എന്താ കാര്യം? സാത്താൻ സർപ്പത്തിന്റെ രൂപത്തിൽ വന്നിട്ട് ഹൗവയെ വഞ്ചിച്ചു. സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചു എന്നാണ്. എന്താ കാര്യം? ആ തോട്ടത്തിൽ എങ്ങനെയാ ഈ സർപ്പം വന്നേ? എങ്ങനെയാ? എന്താ കാര്യം? ആ തോട്ടത്തിൽ അവനെ ആക്കിയപ്പോഴേ പറഞ്ഞു, നീ വേല ചെയ്താൽ മാത്രം പോരാ, ഈ തോട്ടത്തെ നീ സൂക്ഷിച്ചോളാം. സൂക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നിന്റെ കയ്യിൽ തന്നിരിക്കുകയാണ്. ഈ തോട്ടത്തെ പരിപാലിക്കേണ്ട, സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കുള്ളതാണ്. ആ ഉത്തരവാദിത്വം നീ ഏറ്റെടുത്തില്ലെങ്കിൽ ചിലപ്പോൾ പലതും അതിനകത്ത് വേണ്ടാത്ത കാര്യം വരും. ദൈവത്തിന് സ്തോത്രം. ഇതുപോലെ ദൈവത്തിന്റെ കൈകളിൽ ഇരിക്കുന്നതിന്റെ ഉത്തരവാദിത്വം നിനക്കുള്ളതാണ്. അന്ന് ഞാൻ മറ്റൊരു കാഴ്ച കണ്ടത് ഇങ്ങനെയായിരുന്നു. ഒരു ട്രെയിൻ ഇങ്ങനെ പാളത്തിലൂടെ വരികയാണ്. പെട്ടെന്ന് ഇത് പാളത്തിൽ നിന്ന് മാറിയിട്ട് ഇങ്ങനെ മറ്റൊരു വഴിയിലൂടെ ഇങ്ങനെ ഇഴയാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി, പാളത്തിൽ നിന്ന് പോയതാണ്. ഈ പാളത്തിലൂടെ പോയെങ്കിൽ മാത്രമേ സ്റ്റേഷനിൽ ചെന്നെത്തുകയുള്ളൂ. ഈ പാളം ദൈവം തന്നിരിക്കുന്ന പ്രമാണങ്ങളും ഉപദേശങ്ങളും ഈ ദൈവത്തിന്റെ സഭയുടെ ചട്ടക്കൂടുകളും ഒക്കെയാണ് ദൈവമക്കളെ. ആ പാളത്തിലൂടെ മുൻപോട്ട് പോയാൽ നമുക്ക് സ്റ്റേഷനിൽ ചെന്നെത്താം. സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യുന്നു? ഇതിന് വെളിയിൽ പോകും. ഏതെങ്കിലും കാലത്ത് ഈ ട്രെയിൻ സ്റ്റേഷനിൽ ചെല്ലും. ദൈവത്തിന് സ്തോത്രം. ഒരു കാലത്തും പോകാൻ സാധിക്കില്ല ആ നിലയിലുള്ള പോക്കിൽ. അതിനുശേഷമാണ് ഞങ്ങൾ ഭക്ഷണം പോലും കഴിച്ചത്, ആ കാഴ്ച കണ്ടതിന് ശേഷം. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ കരങ്ങളിൽ വച്ചിരിക്കുകയാണ്. കരങ്ങളിൽ വച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ദൈവത്തിന്റെ കരങ്ങളിലിരിക്കുക? കരങ്ങളിലിരുന്നാൽ ഒരു ദോഷവും വരത്തില്ല. നമ്മൾ പാടത്തില്ലേ, ഞാനവനുള്ളം കൈയിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഞാനവനുള്ളം കൈയിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ആർക്കും ഒരു ദോഷം ചെയ്യാൻ പറ്റത്തില്ല ദൈവമക്കളെ. കർത്താവിന്റെ കൈകളിൽ അങ്ങിരുന്നാൽ മതി. അവന്റെ ബലമുള്ള കൈക്കീഴിൽ അങ്ങിരുന്നാലേ തക്ക സമയത്ത് കിട്ടേണ്ട ഉയർച്ച, അനുഗ്രഹങ്ങൾ, നന്മകളെല്ലാം കിട്ടും. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഈ കൈകളിൽ എങ്ങനെ ഇരിക്കാൻ സാധിക്കും? എങ്ങനെ ഇരിക്കാൻ സാധിക്കും? തിരുവെടുത്ത് എന്ത് പറയുന്നു? ആരാണ് അവന്റെ കൈകളിൽ ഇരിക്കുന്നത്? അവന്റെ വിശുദ്ധന്മാർ അവന്റെ കൈകളിൽ ഇരിക്കും. അതിന്റെ അർത്ഥം എന്താ? ശുദ്ധീകരണമാണ് ഈ കൈകളിൽ ഇരിക്കാനുള്ള യോഗ്യത. ജീവിത വിശുദ്ധി ഇല്ലാത്തവർക്ക് ഈ കൈകളിൽ ഇരിക്കാൻ കഴിയില്ല. ആ നിർമ്മലമായ പരിശുദ്ധമായ കൈകളിൽ ഇരിക്കണമെങ്കിൽ
നമ്മളും പരിശുദ്ധരായി മാറ്റപ്പെടണം. അതിനാണ് ഉപദേശവും പ്രമാണങ്ങളും എല്ലാം നമുക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ എത്രത്തോളം ശുദ്ധീകരിക്കുന്നു അത്രത്തോളം കർത്താവിൻ്റെ കയ്യിൽ നമുക്കൊരിടമുണ്ട്. ഇവരാണ് കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് തിരുവചനങ്ങൾ പ്രാപിക്കുന്നത്. വിശുദ്ധന്മാർ തൃക്കൈയിലിരിക്കുന്നു. തൃക്കൈയിലിരിക്കുമ്പോൾ തന്നെ അവരുടെ മറ്റൊരു സ്ഥാനമാണ് കർത്താവിൻ്റെ പാദപീഠം. കർത്താവിൻ്റെ കൈകളിലിരിക്കുന്നവരുടെ സൂക്ഷിപ്പും ദൈവികമായ ബന്ധവുമാണ്. എന്നാൽ പാദപീഠത്തിലിരിക്കുന്നവരുടെ സമർപ്പണത്തെ കാണിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പാദപീഠത്തിലേക്ക് വരണം. പാദപീഠം എന്ന് പറയുമ്പോൾ അവിടെ ഇരുന്ന് ദൈവത്തിൻ്റെ വചനങ്ങളൊക്കെ പ്രാപിക്കുവാനിടയായി. എന്താണ് ഈ പാദപീഠം? കർത്താവിൻ്റെ പാദപീഠം ഏതാണ്? എവിടെയാ? 66-ാം അധ്യായം യെശയ്യാപ്രവചനം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി പാദപീഠം. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിലെ ഏത് സ്ഥലത്തും ഇരുന്നു കൊണ്ട് നമുക്ക് കർത്താവിൻ്റെ വചനം പ്രാപിക്കാം. അതിനുവേണ്ടി ഇന്ന ദേശത്തേക്ക് പോകണമെന്നോ ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്നോ ഇന്ന ദിക്കിലേക്ക് തിരിയണമെന്നോ ഒന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ശമരിയക്കാരി സ്ത്രീയോട് കർത്താവ് പറഞ്ഞത്, സ്ത്രീ ആ മലയിലുമല്ല യെരുശലേമിലുമല്ല, നീ ഉദ്ദേശിക്കുന്ന ഭൂമിയിലെ പ്രത്യേക സ്ഥലങ്ങളിലൊന്നുമല്ല. പിന്നെ സത്യനമസ്കാരികൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. അവർ കൂടി വരുന്നിടത്തൊക്കെ കർത്താവ് ഇറങ്ങി വരും. നമ്മൾ കർത്താവിന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെയൊക്കെ കർത്താവ് വരും കേട്ടോ. അതുകൊണ്ട് എവിടെയും കർത്താവിന്റെ പാദപീഠമാക്കി മാറ്റാൻ സാധിക്കും. ഏത് സ്ഥലവും കർത്താവിന്റെ പാദപീഠമാക്കാം. ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞാൽ, നിങ്ങളുടെ വീടും കർത്താവിന്റെ പാദപീഠമാക്കാം. നിങ്ങൾ ആരാധിക്കുന്ന ആരാധന സ്ഥലവും കർത്താവിന്റെ പാദപീഠമാക്കാം. നിങ്ങളുടെ വീടിനെ കർത്താവിന്റെ പാദപീഠമാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എങ്ങനെ സാധിക്കും? ജീവിത വിശുദ്ധീകരണം. അന്യമായ വാക്കുകൾ സംസാരിക്കുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു പോകാം. അന്യമായ ഒരു പിക്ചർ നിങ്ങളുടെ ഭിത്തിയിൽ പതിപ്പിക്കുമ്പോൾ തന്നെ ദൈവസാന്നിധ്യം വിട്ടുപോകാം. ദൈവത്തിന് സ്തോത്രം. ചില വീടുകളിലൊക്കെ ചെന്നാൽ ഇങ്ങനെ അത് പ്രാധാന്യം കൊടുത്തിരിക്കുന്ന എന്തിനാണ്? പലവിധമായ പടങ്ങൾ, ചിത്രങ്ങൾ, പിന്നെ ട്രോഫികൾ. ചില വീടുകളിൽ ചെന്ന ക്ലബ്ബാണെന്ന് തോന്നിയിട്ടുണ്ട്. ക്ലബ്ബുകളിൽ കൊണ്ടുവച്ചിരിക്കുന്ന ഓരോ വെച്ചിരിക്കുന്നതാണ്. അവിടെ ഒരു വാചനം വയ്ക്കാനൊരു ബുദ്ധിമുട്ടാണ്. ദൈവത്തിന് സ്തോത്രം. ഷോക്കേസ് ഇങ്ങനെ അലങ്കരിച്ചു വെച്ചിരിക്കുകയാണ്. പട്ടിയുടെയും പൂച്ചയുടെയും, പൂച്ച കണ്ണാടി വെച്ചത്, കുരങ്ങ് ഉടുപ്പിട്ടിരിക്കുന്നത്, എന്തെല്ലാം കാണണം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ ഭവനങ്ങൾ നോക്കുമ്പോഴറിയാം, നല്ല വചനങ്ങൾ എഴുതി വയ്ക്കും. ദൈവത്തിന് സ്തോത്രം. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ചെറിയ കുട്ടികൾ പേന വെച്ച്, സ്കെച്ച് പെൻ വെച്ച്, പേപ്പർ എടുത്ത് വെച്ച് ഇങ്ങനെ വചനങ്ങൾ എഴുതി വെച്ചിരിക്കും. എനിക്ക് വലിയ സന്തോഷം തോന്നും. കുഞ്ഞുങ്ങളിൽ കണ്ട ഈ വലിയ സന്തോഷം ആ സ്ഥലത്തിരിക്കുമ്പോൾ ഞാൻ കുറേ വാക്യങ്ങൾ അടിച്ച് എല്ലാവർക്കും കൊടുത്തു. എല്ലാ വീട്ടിലും കൊണ്ട് വയ്ക്കാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കാരണം കുഞ്ഞുങ്ങളിൽ ഇത്ര താല്പര്യം ഉണ്ടായപ്പോൾ എൻ്റെ മനസ്സിൽ അതൊരു വലിയ സന്തോഷം ഉണ്ടാക്കി. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ദൈവസാന്നിധ്യം നഷ്ടപ്പെടുത്തി കളയുന്നൊന്നും ഉണ്ടാകരുത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുക, മറ്റുള്ളവരുടെ ബലഹീനതകൾ പറയുക, കുറ്റം പറയുക. ചില വീടുകളിൽ ഇങ്ങനെ ഡസ്റ്റ്ബിൻ പോലെയാണ്. ആളുടെ കുറ്റവും അവിടെ വെച്ച് പറയുന്നതിന് ഒരു ലജ്ജയില്ല. ഡസ്റ്റ്ബിന്നാണ്, കുപ്പത്തൊട്ടി. കേട്ടില്ലേ? ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെയാണ് പല വീടുകളെയും ദൈവസാന്നിധ്യമില്ലാതെയാക്കി മാറ്റുന്നത്. നിങ്ങളുടെ വീടുകൾ ദൈവത്തിന്റെ പാദപീഠമാക്കി മാറ്റണം. അവിടെ ദൈവത്തിന്റെ വചനം ധ്യാനിക്കുവാനുള്ള ഇടമാക്കി മാറ്റണം. നിങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ വചനം ധ്യാനിക്കണം. എല്ലാ ദിവസവും ദൈവത്തിന്റെ വചനത്തെ ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതം ആരംഭിക്കണം. ദൈവത്തിന്റെ പാദപീഠത്തിൽ നിന്ന് നിങ്ങളുടെ ജീവിതം ആരംഭിക്കൂ. മാർത്തയും മറിയയും താമസിച്ചിരുന്ന വീട്ടിൽ ഒരിക്കൽ യേശു വിസിറ്റിംഗ് ചെയ്തപ്പോൾ മാർത്ത കർത്താവിനെ സ്വീകരിച്ച് വീട്ടിൽ കൊണ്ടുവന്നിരുത്തി. ഒരു ചെയറൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവൾ അവിടെ ജോലിക്ക് പോയി. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ വലിയ സന്തോഷത്തോടുകൂടെ സ്വീകരിച്ചു കൊണ്ടുവന്ന് അവൾ വിചാരിച്ചു ഈ കസേരയിൽ കർത്താവ് തൃപ്തിപ്പെടുമെന്നാണ് വിചാരിച്ചത്. എന്നിട്ട് അവള് പോയി ഭയങ്കര ബിസിയാണ്. അവള് അടുക്കളയിൽ പോയി ഭയങ്കര തിരക്കാണ്. കർത്താവിന് വേണ്ടി എന്തൊക്കെയോ ഒരുക്കി കൂട്ടുകയാണ്. പക്ഷേ മറിയ കിട്ടിയ ചാൻസ് പ്രയോജനപ്പെടുത്തി. വന്നുടനെ അവൾ ഓടിപ്പോയത് യേശുവിന്റെ കാൽക്കലാണ്, പാദപീഠത്തിലാണ്. കർത്താവിന്റെ പാദപീഠത്തെ എത്ര പേര് തിരഞ്ഞെടുക്കും? നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് എന്താണ്? സ്തോത്രം. കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നു, പോരാടുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ പാദപീഠത്തിൽ എത്ര നേരം ഇരുന്നിട്ടുണ്ട് ദൈവമക്കളെ? പാദപീഠത്തിൽ നിന്ന് വചനം ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും സമയം ചെലവഴിച്ചിട്ടുണ്ടോ? ദൈവം നമ്മോട് സംസാരിക്കും.
നമ്മളുടെ ആവശ്യമായ വചനങ്ങൾ ദൈവം നമുക്ക് തരും. ദൈവമക്കളെ, ഓരോ ദിവസവും ദൈവവചനം ധ്യാനിച്ച് ജീവിതത്തെ ആരംഭിക്കൂ. ജീവിതം ബലമുള്ളതായിത്തീരും, ജീവിതം ശക്തിയുള്ളതായിത്തീരും, ജീവിതത്തിൽ അബദ്ധങ്ങൾ വരാതെ സൂക്ഷിക്കപ്പെടും. ബാലൻ തന്നെ നടപ്പിനെ നിർമ്മലമാക്കുന്ന നിന്റെ വചനത്താൽ അതിനെ സൂക്ഷിക്കുന്നതിനാൽ വചനം നമുക്കൊരു സൂക്ഷിപ്പാണ്. ഈ ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. ഈ വചനം ഓരോരുത്തരുടെ അവസ്ഥയെ അറിഞ്ഞിടപെടും. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് ഇളം പുല്ലിന്മേൽ പൊടിമഴ പോലെയാണ്. വചനം മഞ്ഞ് പോലെയെന്നാണ്. മഞ്ഞിന്റെ പ്രത്യേകത എന്താണ്? മഞ്ഞ വീഴുന്നൊന്നും നമുക്ക് അറിയത്തില്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നനഞ്ഞിരിക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. വളരെ സോഫ്റ്റാണ് ദൈവവചനം, വളരെ സോഫ്റ്റാണ്. പക്ഷെ ഇളം പുല്ലിന്മേൽ അത് പൊടിമഴ പോലെയാണെങ്കിൽ സസ്യത്തിന്മേൽ അതൊരു മരി പോലെയായിരിക്കും. പക്ഷേ പാറയുടെ അടുക്കൽ വരുമ്പോൾ അതെന്തായിരിക്കും? ചുറ്റിയ പോലെ ആയിരിക്കും. ചിലർക്ക് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ചുറ്റിയ വെച്ച് അടിക്കുന്ന പോലെ തോന്നും. കാരണം അവരുടെ ഹൃദയം എന്തിരിക്കുകയാണ്? പാറ പോലെ ഇരിക്കുകയാണ്. പക്ഷേ ഒരു ഇളംപുല്ലിൻ പോലെയാണ് ആണെങ്കിൽ നിനക്ക് വളരുവാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. അവസ്ഥയെ അറിഞ്ഞിടപെടുന്ന ഈ വചനത്തെ കണ്ടെത്തി ഭക്ഷിക്കണം. ആ കാലങ്ങളിൽ ഇത് ലഭിക്കുന്നത് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും അത് ചെന്ന് കണ്ടെത്തി ഭക്ഷിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ ഈ കാലത്ത് നമുക്ക് എത്രയധികം സുലഭമായിരിക്കുന്നു. നമ്മുടെ ആത്മീയ കൂട്ടങ്ങളിലൊക്കെ കേൾക്കുന്ന വചനങ്ങൾ എത്രയധികമുണ്ട്. ഈ ലോക്ക്ഡൗൺ പീരീഡിലും ചില ദൈവമക്കൾ ആരാധനയ്ക്ക് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ തങ്ങളുടെ വീടിനെ കർത്താവിന്റെ പാദപീഠമാക്കി മാറ്റി ദൈവസന്നിധിയിൽ ഇരുന്നു അനേക വചനങ്ങൾ പ്രാപിച്ചവർ ബലപ്പെടുവാനിടയായിത്തീർന്നു. ദൈവമക്കളെ, ഏത് സാഹചര്യത്തിലും ദൈവത്തിനുമായുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കി മാറ്റണം. അങ്ങനെ മാറ്റുവാൻ സാധിക്കും. നമ്മൾ അതിനായി ഒരുങ്ങണം. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തീയ ജീവിതത്തിൽ വലിയ ആനന്ദമുണ്ട് പ്രിയരെ. അവന്റെ പാദപീഠമാക്കി മാറ്റണം. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ സന്നിധിയിൽ വരുമ്പോഴും പാദപീഠമാകുന്നൊരു ചിന്തയുണ്ടെങ്കിലേ നമുക്ക് ആ വചനത്തെ ശരിക്കും ധ്യാനിച്ച് ആസ്വദിക്കാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും കർത്താവിന്റെ പാദപീഠത്തിൽ വരുമ്പോൾ, ദൈവസന്നിധിയിൽ വരുമ്പോൾ, ചിലര് ദൈവസന്നിധി വരുമ്പോൾ ഇരിക്കുന്ന സ്ഥലം അങ്ങ് മറക്കും. ദൈവത്തിന് സ്തോത്രം. ഇരിക്കുന്ന സ്ഥലം മറക്കുമാറ് സന്തോഷിക്കാൻ കൃപ ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ ചിലര് ദൈവസന്നിധിയാണെന്നുള്ള ആ ബോധമെല്ലാം അങ്ങ് നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് വേറെ എവിടെയോ കളിസ്ഥലത്തിരിക്കുന്ന പോലെ ദൈവസന്നിധി ഇരിക്കുന്നവരുണ്ട്. കളിസ്ഥലത്തിരിക്കുന്ന പോലെ. ദൈവത്തിന് സ്തോത്രം. ലോകത്തിൽ എവിടെയോ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നവരുണ്ട്. പക്ഷേ കർത്താവിന്റെ പാദപീഠത്തിൽ എങ്ങനെയാണ് ഇരിക്കേണ്ടതെന്ന് കൊർന്നല്യോസിന്റെ വീട്ടിൽ ഒരു പ്രാർത്ഥന നടത്തിയപ്പോൾ അവിടെ കൂടി വന്ന ജനത്തിന്റെ അവസ്ഥ പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 33-ാം വാക്യത്തിൽ പത്രോസ് തോൽക്കൊല്ലനായ ശിമോന്റെ വീട്ടിൽ നിന്നും ദൈവാത്മാ നിയോഗപ്രകാരം കൊർന്നല്യോസിന്റെ അപേക്ഷ അനുസരിച്ച് വീട്ടില് കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് വരുന്നു. അപ്പോൾ അവിടെ ധാരാളം ജനങ്ങൾ, ആ വീട്ടു പ്രാർത്ഥനയിൽ ധാരാളം ജനങ്ങൾ കൂടിയിരിപ്പുണ്ട്. പക്ഷെ അവരുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 33-ാം വാക്യത്തിൽ, കർത്താവ് നിന്നോട് കൽപ്പിക്കുന്നതൊക്കെ കേൾക്കാൻ ഞങ്ങൾ ഇവിടെ റെഡിയാണ്. കർത്താവ് നിന്റെ പക്കൽ ഏൽപ്പിച്ച വചനങ്ങളൊക്കെ സ്വീകരിപ്പാൻ, അനുസരിപ്പാൻ, അത് പാലിപ്പാൻ ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കൂട്ടം ജനം അവിടെ ഇരുന്നത്. സംഭവിച്ചത് എന്താണെന്നറിയാമോ? വചനം പറഞ്ഞ് തീരുന്നതും മാഹലപ്പടക്കം പൊട്ടുന്ന പോലെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന ജനങ്ങൾ ആത്മാവ് നിറയാൻ തുടങ്ങി. ആദ്യമായിട്ട് അന്യഭാഷ അടയാളത്തോടെ പലരും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. മാത്രമോ അവിടെ ഇരുന്ന സകല അഭിഷേകം പ്രാപിച്ചു. കാര്യം എന്താ? ഈ വചനം അങ്ങോട്ട് ഇറങ്ങിച്ചത്. വചനം അങ്ങോട്ട് ഇറങ്ങിച്ചെന്നാലേ ഈ ബിംബം പോലെ ഇരിക്കുന്ന, ഇല്ലെങ്കിൽ ഈ മയിൽക്കുറ്റി പോലെ ഇരിക്കുന്നവരൊക്കെ ആ അവസ്ഥയിലൊക്കെ വ്യത്യാസം ഉണ്ടാകും. കാര്യം ജീവൻ അങ്ങോട്ട് ഇറങ്ങിച്ചില്ലേ. കാരാഗ്രഹത്തിലേക്ക് ദൈവത്തിന്റെ ശക്തി ഇറങ്ങിച്ചെന്നപ്പോൾ അതിന്റെ അടിസ്ഥാനങ്ങളൊക്കെ ഇളകി ആടത്തക്ക രീതിയിൽ ദൈവത്തിന്റെ ശക്തി അങ്ങോട്ട് വ്യാപരിക്കാൻ, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി പരിശുദ്ധാത്മാവിലൂടെ അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം ശക്തിയുള്ള വചനമാണ്, ജീവനുള്ള വചനം, ചൈതന്യമുള്ള വചനം. ഏത് ഇരുവായത്തിലുള്ള വാളിനേക്കാളും മൂർച്ചയുള്ളത്, ഹൃദയത്തെയും സന്ധിമജ്ജകളെയും തുളച്ചു ചെല്ലുന്നവരെ കടന്നു ചെല്ലുന്നു എന്ന് പറഞ്ഞ് ഏത് മനുഷ്യൻ രൂപാന്തരപ്പെടുത്തുന്ന, കാട്ടുമൃഗങ്ങളെ പോലുള്ളവരെ കുഞ്ഞാടിനെ പോലെയാക്കി മാറ്റുന്ന ആ വചനത്തിന് വേണ്ടി സമർപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടും. നമ്മുടെ ജീവിതം ഒരു അത്ഭുതമായി മാറ്റപ്പെടും. ദൈവത്തിന് സ്തോത്രം. പാദപീഠത്തിലിരുന്ന് തിരുവചനങ്ങൾ അങ്ങോട്ട് ഭക്ഷിക്കുകയാണ്. പക്ഷി ജീവിതത്തിലാക്കി മാറ്റുക. ഓരോ വചനങ്ങൾ ജീവിതത്തിലാക്കി മാറ്റും തോറും ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നു, ജീവിതം സന്തോഷകരമായി മാറുന്നു. ദൈവത്തിന് സ്തോത്രം. അതിലുപരിയായി ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് ഒരു വലിയ ആനന്ദം ഇറങ്ങി വരികയാണ്, ഒരു വലിയ സന്തോഷം ഇറങ്ങി വരികയാണ്.
നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ സകല നിരാശകളും സകല ഭാരങ്ങളും സകല താഴ്ചകളും മാറ്റുന്ന ഒരു സ്വർഗീയ ആനന്ദത്തിലേക്ക് ഈ വചനം നമ്മെ കൊണ്ടുവരും. അങ്ങനെയെങ്കിൽ ഈ വചന ശുശ്രൂഷ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുവാൻ പോവുകയാണ്. നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിൽ ദൈവ ഇഷ്ടത്തിനെ സമർപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. ആരാധന സ്ഥലത്ത് നാം ഇരിക്കുമ്പോൾ ഒരു കാഴ്ചക്കാരെ പോലെ നമ്മൾ ഇരിക്കരുത്. ഇത് ദൈവത്തിന്റെ പാദപീഠമാണെന്നുള്ള ഒരു വലിയ ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് വലിയ കാര്യങ്ങൾ പ്രാപിക്കാൻ സാധിക്കും. മാർത്ത കർത്താവിനെ സ്വീകരിച്ച് അവിടെ ഇരുത്തിയിട്ട് അവൾ തിരക്കിലേർപ്പെടുമ്പോൾ ഇവളിതാ കർത്താവിന്റെ വചനം ശ്രദ്ധയോടെ കേട്ടു. കർത്താവിന് മനസ്സിലായി ഇവൾ ആഗ്രഹത്തോടെ വന്നവളാണ്. കാര്യം അവളെ ആരും പ്രസ് ചെയ്തിട്ട് ഓടി വന്നവളല്ല. നീ പോയി അവളോട്ട് ഇരിക്കുക, ഞാൻ പുറകെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് മാർത്ത അവളെ ഹേമിച്ചതൊന്നുമല്ല. പിന്നെയോ അവൾ ആഗ്രഹത്തോട് ഓടി വരികയാണ്. കർത്താവിന്റെ പാദപീഠത്തിൽ വന്ന് അവളെ ഇരിപ്പ് കണ്ടപ്പോഴേ കർത്താവിന് മനസ്സിലായി ഇവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന്, എന്തെങ്കിലും പ്രാപിക്കുമെന്ന്. അതിനുശേഷം വചനങ്ങളെല്ലാം കേട്ട് അവളിൽ ഒരു ചൈതന്യം ഉണ്ടായിക്കൊണ്ടിരുന്നു, അവളിൽ ബലം ഉണ്ടായിക്കൊണ്ടിരുന്നു. അവൾ സന്തോഷിച്ചു. മറ്റേവൾ ഇങ്ങനെ കലങ്ങി ഏതടക്കമെന്ന് പറഞ്ഞ കർത്താവേ നിനക്ക് വിചാരമില്ല. ഞാൻ ആദ്യം വിചാരിച്ചു ഈ മറിയയ്ക്ക് വിചാരമില്ലാത്തവളൊന്ന് മറിയ വിചാരമില്ലാത്തവളായി എന്നെ തനിച്ചാക്കിയിട്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവളിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടാണ് അവിടെ കിച്ചണിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവസാനം ഒരു ദേഷ്യം കൊണ്ട് കൂടിയിട്ട് മറിയോടുള്ള ദേഷ്യം കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ എടുക്കുന്ന കർത്താവ് നിനക്കും കൂടെ വിചാരമില്ല, നീയും കൂടെ ഈ സൈസായി പോയല്ലോ, കർത്താവേ നീയും കൂടി ഇതിനായി പോയല്ലോ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അവിടെ ഒരുവൾ പാദപീഠത്തിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ദൈവ സാന്നിധ്യത്തിന്റെ നിറവോടെ ഇരിക്കുന്ന കാണാൻ സാധിക്കും. ഉടനെ യേശു പറയുകയാണ്, നീ പലതിനെ ചൊല്ലി വിചാരപ്പെടും. അവളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഇവൾ നല്ലത് തിരഞ്ഞെടുത്തിരിക്കുന്നു. ശ്രേഷ്ഠമായ ഒരു തിരഞ്ഞെടുപ്പ്. ഏതാണ് ആ തിരഞ്ഞെടുപ്പ്? ഒന്ന് പാദപീഠം, രണ്ട് വചനത്തെ ജീവിതത്തിലാക്കുക. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം പറയുന്നു, ഇത് ഇവളോട് ആരും അപഹരിക്കില്ല, ഒരു മനുഷ്യനും ഇത് എടുത്തു കളയാൻ പറ്റത്തില്ലെന്ന്. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ശത്രുവിനോ യാതൊരു വിധമായ ദുഷ്ടശക്തിക്കോ നിന്ദയ്ക്കോ അപമാനത്തിനോ രോഗത്തിനോ കഷ്ടനഷ്ടങ്ങൾക്കോ ഇത് എടുത്തു കളയാൻ പറ്റത്തില്ല. അതാണ് ഇവിടെ പ്രാപിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പ്രാപിക്കുന്ന തിരുവഴുത്തുകൾ ജീവിതത്തെ ബലപ്പെടുത്തി ശക്തിപ്പെടുത്തി ആൾ മാറിയതുപോലെ നമ്മെ ആക്കി മാറ്റുമ്പോൾ സാത്താൻ നമ്മെ നോക്കി ലജ്ജിക്കുന്നു. മക്കളെ, എത്ര പേര് ആഗ്രഹിക്കുന്നു തങ്ങളുടെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കി മാറ്റുവാൻ? ഇന്ന് പകൽക്കാലം ഒരു കാര്യം കൂടെ ഓർപ്പിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ പല സന്ദർഭങ്ങളിൽ കേട്ട ദൈവത്തിന്റെ വചനം സാധാരണ വചനങ്ങളായി നിങ്ങൾ കണക്കാക്കിയത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രയോജനമില്ലാത്തതായി തീർന്നിട്ടുള്ളത്. ഇന്ന് പകൽക്കാലം പറയുന്നു, നിങ്ങൾ കേട്ട ദൈവവചനത്തിന്റെ ശക്തി നിങ്ങളിൽ വെളിപ്പെടുവാൻ വേണ്ടി നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോട് അർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ആ വചനത്തിന്റെ ഫുൾ പവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ ഭവനത്തിലേക്ക്, നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി വരും. കുഴികളിൽ നിന്ന് വിടുവിക്കുവാൻ കഴിവുള്ള ദൈവശക്തി, രോഗബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ കഴിവുള്ള ദൈവശക്തി, ഇതാ നിന്റെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കി മാറ്റുവാൻ കഴിയുന്ന ദൈവശക്തി, അതിലുപരിയായി ഒരു ഭാവി പ്രത്യാശയിലേക്ക് നിന്നെ നടത്തുവാനിടയായി. ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു, കഴിഞ്ഞ നാളുകളിൽ നീ കേട്ട പ്രവചന ശബ്ദങ്ങളോ, നീ കേട്ട വാഗ്ദത്ത വചനങ്ങളോ, നീ കേട്ട ദൈവശബ്ദങ്ങളോ ഒന്നും വ്യർത്ഥമല്ല. അതിലൊക്കെ ദൈവമുണ്ട്, അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ശക്തിയുണ്ട്. അത് നിന്നിലേക്ക് ഇറങ്ങി വന്നിട്ട് നിന്റെ ജീവിതത്തെ അത്ഭുതമാക്കി മാറ്റുവാൻ അതെ അതിന് സാധിക്കുമെന്ന് ഇന്ന് പകൽക്കാലം നീ മറന്നു പോകരുത്. ആ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഇപ്പോഴും ഈ ഹാളിൽ വ്യാപരിച്ചിരിക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ എത്ര പേർ അത് ഗ്രഹിക്കുന്നുവെന്ന്, അതെ നിങ്ങളുടെ എത്ര പേർ അത് ഗ്രഹിക്കുന്നു എന്ന് ഞാൻ അറിയുന്നില്ല. എന്നാൽ ആ വചനം ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അനേകരെ രൂപാന്തരപ്പെടുത്തിയ, അനേകരെ അത്ഭുതങ്ങളാക്കി മാറ്റിയ, അനേകരെ തേജസ്സുള്ളവരാക്കി മാറ്റിയ, അനേകരെ പ്രത്യാശയിലേക്ക് നടത്തിയ ദൈവവചനത്തെ മുറുകെ പിടിക്കാം. പ്രിയരെ, ഇന്ന് നമുക്കൊരു തീരുമാനത്തോടുകൂടെ ഇവിടുന്ന് പോകാം. ദൈവവചനം ധ്യാനിക്കാതെ ഇനി എന്റെ ജീവിതം ആരംഭിക്കില്ല. ഓരോ ദിവസവും ദൈവവചനം ഞാൻ ധ്യാനിക്കും. കുഞ്ഞുങ്ങളിലും ദൈവവചന ധ്യാനത്തിന് വേണ്ടി സമയം വേർതിരിക്കുക, ദൈവവചനം വായിക്കുക, ദൈവവചനത്തിനായി ജീവിതത്തെ സമർപ്പിക്കുക, ഹൃദയത്തെ സമർപ്പിക്കുക. പൂർണ്ണത്തിലേക്ക് നയിക്കുവാൻ മതിയായ തിരുവഴുത്തുകൾ അടങ്ങിയ ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ അവർ നഷ്ടപ്പെട്ടു പോകുകയില്ല. അവർ ഉയർപ്പിക്കപ്പെടും. അവർ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്നവർ മരണം
കാണുകയില്ല. അവർ തേജസ്സിൽ അടിക്കപ്പെടുന്ന കൂട്ടത്തിലായി തീരും. യേശു വെളിപ്പെടാറായി. തന്റെ വചനം പ്രമാണിക്കുന്ന വിശുദ്ധന്മാർ നിത്യതയിൽ സൂര്യസമം ശോഭിക്കുന്ന നാളുകളിതാ ഏറ്റവും അടുത്തിരിക്കുന്നു. ആ നാളിനു വേണ്ടി നമുക്ക് ഒരുങ്ങാം ദൈവമക്കളെ. നമ്മുടെ പ്രത്യാശ ഈ നാളുകളിൽ പുതുക്കാം. നമ്മുടെ പ്രത്യാശയെ പുതുക്കിക്കൊണ്ട് ദൈവവചനപ്രകാരം ജീവിതത്തെ ഒരുക്കിക്കൊണ്ട് ക്രിസ്തുവിന്റെ സമ്പൂർണ്ണത പ്രാപിപ്പാൻ ഒരുങ്ങാം. ദൈവകരങ്ങൾ അതിനായി നമ്മെ സമർപ്പിക്കാം. ദൈവം നമ്മെ അതിനെ സഹായിക്കുമാറാകട്ടെ.